അപ്പൊ എല്ലാവർക്കും സ്വാഗതം. കേരളീയം ഇങ്ങനെ ഒരു ആ, എല്ലാവർക്കും ആരോഗ്യം, കേരളം നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ള ഒരു വിഷയത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കണമെന്നുള്ളത് ആലോചിക്കുന്നത് വളരെ മുന്നെയാണ്. ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അതിനു മുന്നേ ഇത്തരം ഒരു ആലോചന നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ അത് പ്രധാനമായിട്ടും ഇപ്പൊ WHO എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ഒരു ലക്ഷ്യം നേടുന്നതിൽ കേരളം ഏത് ഒരു സ്ഥിതിയിലാണ് ഉള്ളത്, എത്രത്തോളമാണ് കേരളത്തിൽ അക്കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ളത് എന്നുള്ള ഒരു ആലോചന കണ്ടന്റുകളായി രൂപപ്പെടുത്താം എന്നുള്ളതായിരുന്നു കേരളീയം പ്രൈമറി ആയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് ഇപ്പോ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളത് ഇപ്പോ ആ ലക്ഷ്യം ആരോഗ്യ സേവനങ്ങളുടെ ഒരു ലഭ്യത മാത്രമല്ല, ആ, വ്യക്തിപരമായിട്ടുള്ള ഒരു ക്ഷേമാവസ്ഥ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാടോടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്ലോഗൻ ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോ അതേ സമയത്ത് കേരളം ആരോഗ്യ രംഗത്ത് ഒരു മാതൃകയാണെന്നുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോഴും ഇപ്പൊ ഉണ്ടായ വിവാദങ്ങൾക്കിടയിലും ആ, അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈർഘ്യത്തിന്റെയും ശിശുമരണ നിരക്കിന്റെയും മാതൃമരണ നിരക്കിന്റെ ഒക്കെ കാര്യത്തിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ വാക്സിൻ നിരക്കിന്റെ ഒക്കെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണെന്നുള്ള കണക്കുകളും നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അതേസമയം ഒരു വശത്ത് ആ, ജീവിതശൈലി രോഗങ്ങളാണെങ്കിലോ പകർച്ചവ്യാധികളാണെങ്കിലോ മാനസികാരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലോ ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നങ്ങൾ, മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങൾ, ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ആരോഗ്യ ചിലവുകളുടെ വർധനവ്, പിന്നെ ആരോഗ്യരംഗത്തേക്കുള്ള മൂലധന താല്പര്യങ്ങളുടെ ഒരു കടന്നുകയറ്റം, ഇത്തരത്തിലുള്ള അനേകം പ്രശ്നങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഒരു വശത്ത് ചർച്ചയായിട്ട് വരികയും കേരളം അത് വളരെ രൂക്ഷമായ രീതിയിൽ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ വിഷയങ്ങളുടെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെ ഇത് ആ, നമ്മളൊരു കണ്ടന്റ് ആക്കി വികസിപ്പിക്കുമ്പോൾ എന്തായിരിക്കണം നമ്മളുടെ ഒരു ഫോക്കസ്, എന്തൊക്കെയായിരിക്കണം നമ്മൾ ലിസ്റ്റ് ചെയ്യുകയും അത് ആ, ഒരു ഒരു സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളാക്കിയിട്ട് തയ്യാറാക്കുകയും ചെയ്യാന്നുള്ള ഒരു ആലോചനയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ദീർഘകാലങ്ങളായിട്ട് എഴുതുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജയകൃഷ്ണൻ തന്നെയാണ് ഇത് മോഡറേറ്റ് ചെയ്യാൻ എന്ന് ഏറ്റിട്ടുള്ളത്. തീർച്ചയായിട്ടും ഡോക്ടർ ജയകൃഷ്ണന്റെ ഒരു സാന്നിധ്യം, അതുപോലെ ഡോക്ടർ ജയശ്രീ തുടങ്ങിയ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ദീർഘകാലമായിട്ട് എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു സാന്നിധ്യം ഈ മീറ്റിംഗിലുണ്ട്. എല്ലാവരെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊരു ഒരു മോഡറേറ്റ് ചെയ്തുകൊണ്ട് ഒരു അമുഖമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഡോക്ടർ ജയകൃഷ്ണൻ ക്ഷണിക്കുന്നു. നന്ദി ശരത്ത്. ഇത് വളരെ അനൗപചാരികമായിട്ട് നടത്തണമെന്നാണ് ബ്രഹ്മപുത്രൻ എന്നോട് ഇപ്പൊ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് ഈ കേരളീയത്തിന്റെ ഈ മെസ്സേജ് വന്നതല്ലാതെ ഒരു മുൻധാരണകളോ മുൻ ചർച്ചകളൊന്നും ഇല്ലാതെയാണ് ഞാൻ മോഡറേറ്റ് ചെയ്തിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പൊ എല്ലാവരും അതുപോലെ തന്നെ ഒരു നോൺ ഫോമൽ ഗ്രൂപ്പാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഔപചാരികതയിലേക്ക് പോകുന്നില്ല. ഒന്നിപ്പോൾ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്നായിരുന്നു നമ്മൾ മുമ്പ് കൺസീവ് ചെയ്തിരുന്നത്. ആരോഗ്യ സേവനങ്ങൾ, ആരോഗ്യം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അത് ലോകാരോഗ്യ സംഘടന പറയുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രൊജക്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ആരോഗ്യം എന്നാണോ അല്ല ഹെൽത്ത് കവറേജ് ആണോ? ഹെൽത്ത് കവറേജ് എന്ന് വെച്ചാൽ ഈ നമ്മൾക്ക് ആരോഗ്യ സേവനങ്ങൾ നേടുന്ന സ്ഥലത്ത് നമ്മൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കാതെ കവറേജ്, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ മാത്രമേ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയിൽ, അത് ലോകബാങ്ക് മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം മാറ്റാൻ വേണം. അതിനകത്ത് തന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ആരോഗ്യം തോന്നും. പക്ഷെ എല്ലാവർക്കും ആരോഗ്യം മുമ്പ് നമ്മൾ ഉണ്ടായത് എല്ലാവർക്കും പ്രൈമറി കെയർ, എല്ലാവർക്കും ആരോഗ്യം എന്നായിരുന്നു വിഭജിച്ചിരുന്നത്. ഇപ്പോഴും മാറ്റിയിട്ട് വെറും ഹെൽത്ത് കവറേജ് ആക്കി മാറ്റി. അതോടുകൂടി സേവനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യം എത്തിക്കണമെന്നില്ല, ഒരു ഇൻഷുറൻസ് കവറേജിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത് ക്ലാരിറ്റി വേണം. എനിക്ക് തോന്നുന്നു കേരളീയം നടത്തുന്ന ഇതിൽ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്, എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചില കോൺസെപ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആരോഗ്യം എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണ് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം. അപ്പൊ ശാരീരിക ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ നോക്കേണ്ടി വരും കേരളത്തിൽ. ശാരീരിക ആരോഗ്യം, അതാണ് രോഗം മറ്റ് എന്ന് പറയുന്നത്. മാനസിക ആരോഗ്യം നോക്കേണ്ടത്, സാമൂഹികമായ നോക്കേണ്ടി വരും. അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊതുവെ പിന്നെ ശാരീരികവും മാനസികവും സാമൂഹികമായ സന്തുഷ്ടാവസ്ഥയാണ്. ആ ഒരു ഇതിൽ തന്നെ നമ്മൾക്ക് പോകേണ്ടി വരും. ശാരീരികമായ അതിന്റെ അവസ്ഥകൾ എന്താണ്, മാനസികമായ അതിന്റെ അവസ്ഥ, മാനസികമായിട്ട് ഇപ്പം നമ്മൾക്ക് വയലൻസ് കൂടുന്നുണ്ട്, ഡ്രഗ് അഡിക്ഷൻസ്, സാമൂഹ്യമായിട്ടുള്ള മറ്റവസ്ഥകൾ, അത് കാര്യങ്ങൾ നോക്കേണ്ടി വരും. പിന്നെ അതിൽ നോക്കേണ്ടത് അതിന്റെ പ്രസന്റ് ഈ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾക്ക് ഇതിൽ അന്വേഷിക്കേണ്ടി വരും.
ഒരു ജേർണലിസത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് ആണല്ലോ. അപ്പോൾ അത് ഈ പ്രസന്റ് സിറ്റുവേഷൻസ് എന്നാണ് ഓരോന്നിനുള്ളത്. അതിന് ചില കീ പേഴ്സൺസിനെ വെച്ചിട്ടോ ചില എന്താ വെച്ചിട്ട് നമ്മൾ അതിനുള്ള ഇന്റർവ്യൂ നടത്തിയിട്ടോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ടോ വേണ്ടി വരും. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ വെക്കുമ്പോൾ നമ്മൾ ചില നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾക്ക് ഉയരം അല്ലെങ്കിൽ നീളം വരെ അളക്കാൻ പറ്റില്ല. അതിന് ചില ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, സൂചികകൾ. അതാണ് ഞാൻ പറഞ്ഞ ശിശു മരണം, മാതൃമരണം, അതുപോലെ തന്നെ ചില സൂചികകൾ, പ്രത്യേകിച്ച് ആയുസ്, സെക്സ് റേഷ്യോ, ഇങ്ങനെ സൂചികകൾ എന്താണ് കേരളത്തിൽ ഇപ്പോൾ മുമ്പ് എന്തായിരുന്നു, ഇപ്പോഴെന്താ അവസ്ഥകളാണ്. അതിൽ പുതിയ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടെത്തണം. പല ഇൻഡിക്കേറ്റേഴ്സും ചിലപ്പോൾ പഴയ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളൊരു ആവശ്യമില്ലാത്ത ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ പലതും ഉണ്ടാകുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്, നല്ല ഇൻഡിക്കേറ്റേഴ്സ്, പുതിയ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളതുണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ വിലയിരുത്തി നോക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളുള്ള ഇത് നോക്കേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ആരോഗ്യത്തിന്റെ സ്റ്റാറ്റസ് പറഞ്ഞു, സിറ്റുവേഷൻ. ആരോഗ്യത്തിന്റെ സേവന രംഗങ്ങൾ നോക്കണം. സേവന രംഗങ്ങൾ നോക്കിയാൽ നമ്മൾ നോക്കിയാൽ പ്രിവെന്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ് ഉണ്ട്. എല്ലാ ചർച്ചകളുടെ പേരുന്ന ക്യൂറേറ്റീവ് ചികിത്സകൾ ആശുപത്രി കേന്ദ്രീകൃത മാറ്റമാണ്. പ്രിവെന്റീവ് ചികിത്സകളുണ്ട്. കേരളം നമുക്ക് മുമ്പോട്ട് പോകാനായത് എല്ലാവർക്കും കക്കൂസ്, കുടിവെള്ളം അങ്ങനെ കിട്ടിയതുകൊണ്ടും വെള്ളം ചൂടാക്കുന്നതുകൊണ്ടും മറ്റ് ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളുള്ളതുകൊണ്ടും ഇതൊക്കെ കൊണ്ടാണ് കിട്ടിയത്. അപ്പൊ പിന്നെ ഈ ഇതുപോലെ തന്നെ വാക്സിനേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ORS ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എങ്ങനെയാണ് നമ്മളിപ്പോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര ഉപയോഗം, ഉപ്പിന്റെ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. പിന്നെ പോഷണ ചികിത്സ, പ്രിവെന്റീവ്, പിന്നെ പ്രൊമോട്ടീവ് ഹെൽത്ത് ചികിത്സ. ഇപ്പൊ തന്നെ സുംബ് ഡാൻസ് ഉണ്ട്, അതിനെപ്പറ്റി വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയുള്ള വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. പോരാതെ അതർ എൻഡ് പാലിയേറ്റീവ് കെയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയാനുള്ളത് പ്രസന്റ് സിറ്റുവേഷൻ ആരോഗ്യ സേവനത്തിൽ നമ്മൾ എന്തായാലും ആരോഗ്യത്തിന് മെഷർ ചെയ്യാൻ നമുക്ക് ടാഞ്ചിബിൾ അല്ലാത്തതുകൊണ്ട് ആരോഗ്യ സേവനങ്ങളും സ്റ്റാറ്റസിലേക്കായിരിക്കും നമ്മൾ പോകാറ്. ഇപ്പൊ ഡിഫറെന്റ് സിസ്റ്റം ഉണ്ട് നമ്മുടെ നാട്ടില്. ആ സിസ്റ്റത്തിന്റെ പ്രവർത്തനം കുറിച്ച് നോക്കേണ്ടി വരും ചിലപ്പോൾ. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ്? ഗവൺമെന്റ്, പ്രൈവറ്റ് രണ്ട് ഒരുപോലെയുണ്ട്. കേരളത്തിൽ ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങളായിട്ട് മെച്ചപ്പെട്ടെന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ പ്രൈവറ്റ് കെയർ ആണ് പോകുന്നത്. അപ്പൊ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ മാറിയിട്ടുണ്ടോ, എന്തുകൊണ്ടുള്ള IP കെയർ, OP കെയർ എങ്ങനെയാണ്? ഗവൺമെന്റ് സെക്ടറിൽ തന്നെ നമ്മൾ പ്രൈമറി കെയർ ത്രിതല സംവിധാനമുള്ളത്. പ്രൈമറി കെയർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ സ്ഥിതി നോക്കേണ്ടി വരും. സെക്കൻഡറി സെന്ററുകൾ നോക്കേണ്ടി വരും. താലൂക്ക് ആശുപത്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, ടേഴ്സറി മെഡിക്കൽ കോളേജുകൾ. ഇതിൽ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ വർക്ക് നോക്കേണ്ടി വരും. അതിന് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നോക്കേണ്ടി വരും. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എങ്ങനെ നോക്കണം? മാൻ പവർ, വിഭവശേഷി. അതിനകത്ത് നഴ്സുമാരുടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി, ആൾക്കാർക്ക് അനുസരിച്ച് വിഭവശേഷി വിന്യാസം ഉണ്ടോ? ഡോക്ടേഴ്സിന്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ടി വരും. ഒരു ഭാഗത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്. ഇൻഫ്രാസ്ട്രക്ചർ, മാനവവിശേഷി, എക്യുപ്മെന്റ്സ്, ആ സൗകര്യങ്ങൾ, മരുന്നിന്റെ ലഭ്യത, ഇത് നമ്മൾ നോക്കേണ്ടി വരും, വിലയിരുത്തേണ്ടി വരും. മറുഭാഗത്ത് രോഗിയുടെ സൈഡിൽ ക്വാളിറ്റി ഓഫ് സർവീസിന്റെ കൂടെ വിലയിരുത്തേണ്ടി വരും. ക്വാളിറ്റി ഓഫ് സർവീസിൽ ഡോക്ടർ രോഗി ബന്ധങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഇന്റർവ്യൂയിലൂടെ കളക്ട് ചെയ്യണം തന്നെയായിരിക്കും. ഡോക്ടർ രോഗി ബന്ധങ്ങൾ ഉള്ള കാര്യങ്ങൾ, ക്വാളിറ്റി ഓഫ് സർവീസ്, അവർക്ക് സംതൃപ്തി കിട്ടുന്നുണ്ടോ, ക്ലയന്റ് സർവേ പോലെയുള്ള രോഗികളായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കാര്യമായിട്ടുള്ളത് ഹെൽത്ത് ബിഹേവിയർ മാറിയിട്ടുണ്ടോ, ജനങ്ങളുടെ ബിഹേവിയർ ഉണ്ടോ, ഹെൽത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സീക്കി ബിഹേവിയർ. മുമ്പ് കാലത്ത് നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോകുന്നവർ ഇപ്പൊ സ്പെഷ്യലിസ്റ്റ് കെയറിലേക്ക് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആയുർവേദത്തിലേക്ക് പോയിട്ടുണ്ടോ, ഹോമിയോ, ഇങ്ങനത്തെ കെയർ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക ശാസ്ത്രീയമായ ചികിത്സ ചെയ്യുന്ന മറ്റു ചികിത്സകളിലേക്ക് പോയിട്ടുണ്ടോ? ഇത് അങ്ങനെ എങ്ങനെയാണ് സീക്കിംഗ് ബിഹേവിയർ മാറിയിട്ടുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഹെൽത്ത് ബിഹേവിയർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹെൽത്ത് ബിഹേവിയർ വെച്ചാൽ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, നമ്മളെ പുലർത്തുന്ന ശീലങ്ങൾ. അതുപോലത്തെ ഹെൽത്ത് കെയർ സീക്കിംഗ് ബിഹേവിയർ, രോഗം ഉണ്ടാകുന്ന ബിഹേവിയർ. ഇത് രണ്ടും എങ്ങനെ മാറ്റം ഉണ്ടെന്ന് നോക്കാം നമുക്ക് പറ്റുന്നത്. പിന്നെയുള്ള എനിക്ക് തോന്നുന്നത് ഹെൽത്ത് എക്കണോമിക്സ് വലിയ ഇമ്പോർട്ടന്റ് ആണത്. ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആരോഗ്യ ബഡ്ജറ്റിൽ കേരളത്തിൽ ചെലവാക്കുന്നുണ്ട്. പിന്നെ ഒരു കേരളത്തിന്റെ ഗവൺമെന്റ് തലത്തിൽ എത്രയുണ്ട്, പ്രാഥമിക തലത്തിലുണ്ട്, സ്വകാര്യ തലത്തിൽ എത്രയാണ് ഇതിലുള്ളത്, അതിന്റെ മാറ്റങ്ങള്. അതുപോലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോന്നും ഏതിനാണ് ഔട്ട് ഓഫ് പോക്കറ്റ്, ഒരു ചികിത്സക്ക് നമുക്ക് അസുഖത്തിന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചെലവുകൾ, അത് മരുന്നിന് എത്ര പോകുന്നുണ്ട്, ലാബിന് എത്ര പോകുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത ഡോക്ടറുടെ ഫീസ് എത്ര പോകുന്നുണ്ട്, അതിന്റെ മാറ്റങ്ങൾ, ഇതിൽ എത്രമാത്രം ദരിദ്രവൽക്കപ്പെടുന്നുണ്ട് ആൾക്കാർ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ ഒരു ദരിദ്രവൽക്കരണത്തിന്റെ ഒരു കോസ്റ്റ് ഇത് പറയുന്നത്, ഇമ്പോവറൈസേഷന്റെ ഒരു കാരണം പറയുന്നത് ചികിത്സയാണ്. വീട്ടിലാരെങ്കിലും അഡ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിന്റെ കാരണങ്ങൾ നോക്കേണ്ടി വരും. കോസ്റ്റ് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് തലത്തിലുണ്ട്, പ്രൈവറ്റിൽ ഇൻഷുറൻസ് വന്നിട്ടുണ്ട്. അതിന്റെ സേവനങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്, അത് എത്രമാത്രം കവറേജ് ഉണ്ട്, അതുകൊണ്ട് ആൾക്കാർ ഒരു തരത്തിലുള്ള മോറൽ ഹസാർഡ് വെച്ചാൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ആൾക്കാർ കൂടുതൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഒരു ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലും കൂടുതലായിട്ട് മിസ്യൂസ് ചെയ്യുന്നത്, അഡ്മിറ്റ് ആയിട്ട് അങ്ങനെയുള്ളതുണ്ട്.
അപ്പൊ അതുകൊണ്ട് എത്രമാത്രം ആൾക്കാർക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല വിധത്തിൽ പല ലേയേഴ്സിനുള്ളിൽ നോക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്, ഒരു ചിന്തയിൽ ഇങ്ങനെയുള്ളത്. ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് എത്രമാത്രം ആൾക്കാർക്ക് വേണ്ട തരത്തിൽ ആരോഗ്യ സേവനങ്ങൾ, ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കണം, സേവനങ്ങൾ ലഭ്യമാകുന്നത് നോക്കണം. എന്നിട്ട് ആ ഗ്യാപ്പുകളും നമ്മുടെ കഴിഞ്ഞ കുറച്ച് കൊല്ലത്തുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. വിവിധ എക്കണോമിക് സ്ട്രാറ്റയിലുള്ള വ്യത്യാസങ്ങൾ, വിവിധ ജില്ലകൾ, ജനവിഭാഗങ്ങളുടെ വ്യത്യാസങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഒറ്റ ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. ഹലോ, ഇനി സംസാരിക്കുക എങ്ങനെയാണ് കൊണ്ടുവച്ചാല് ആവശ്യമുള്ളത് സംസാരിക്കും ഓരോരുത്തരും. ഇതിലുള്ള എനിക്ക് ആരാണ് ഞാൻ നോക്കിയിട്ടുള്ള പേരുകൾ. അപ്പൊ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് തോന്നുന്നത്. എനിക്ക് ചെറിയൊരു അഭിപ്രായം പറയാനുള്ളത്, ഇത് ചികിത്സ എന്നതിൽ ഫോക്കസ് ചെയ്തിട്ടാണോ നമ്മൾ ഈ ഏത് ഫിലോസഫിയുടെ പുറത്താണ് നമ്മൾ ഈ മൊത്തം ഐഡിയ രൂപപ്പെടുത്തുന്നത്? ചികിത്സയുടെ രൂപത്തിൽ ഫോക്കസ് ചെയ്തിട്ടാണോ, ജനറൽ ആയിട്ടുള്ള എന്താ പറയുക മറ്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് അത് ഇതിന്റെ ഇത് ചെയ്തിട്ടാണോ? അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ തീരുമാനിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഒന്ന് തീരുമാനിക്കാനുള്ളത്, ആരെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? ജനറൽ പബ്ലിക്കിനെയാണോ അതോ എഡ്യൂക്കേഷണൽ വീഡിയോ പോലെ തന്നെയാണോ? ഇത്തരത്തിലൊരു കാര്യം കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് 3-4 കാര്യങ്ങൾ അങ്ങനെ തീരുമാനിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഫോക്കസിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചികിത്സയിൽ ഇത് കേന്ദ്രീകരിക്കുന്നത് തീരെ ശരിയല്ല. ആക്സസ് വേണം എന്നുള്ളത് ശരിയാണ്, ആശുപത്രികൾ ഇത് വേണം അത് വേണം, പക്ഷെ ആ ചികിത്സ ആശുപത്രികളിലേക്ക് എത്താതിരിക്കത്തക്ക വിധത്തിലൊരു ആരോഗ്യ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആശുപത്രിയിൽ ജനങ്ങളെ എത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ആ തരത്തിലൊരു ഹെൽത്ത് കെയറിലേക്ക് പോകണം എന്നുള്ളതാണ്, ആ ഒരു ഫിലോസഫിയുടെ ബേസിലായിരിക്കണം നമ്മുടെ ഒരു ഇത്. മാത്രമല്ല ഇത് ഒരു മോഡേൺ മെഡിസിൻ ഫോക്കസ്ഡ് മാത്രം ആവരുത് എന്നുണ്ട്. അതായത് മോഡേൺ മെഡിസിൻ ഫോക്കസ്ഡ് എന്ന് പറയുന്നത് മെഡിസിൻ ഫോക്കസ്ഡ് ആവരുത് എന്നുണ്ട്. മോഡേൺ മെഡിസിൻ ആയാലും മറ്റ് ട്രഡീഷണൽ മെഡിസിൻ ആയാലും മെഡിസിൻ ഫോക്കസ്ഡ് ആവരുത് എന്നുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ആണോ ഫിലോസഫി നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത്തരം ഇതിനൊരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഫിലോസഫി എന്താണെന്നുള്ളത് എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എനിക്കറിയില്ല. ഈ ഓഡിയൻസിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു ജനറൽ പബ്ലിക് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ ജയേഷ് ഡോക്ടർ ഇപ്പൊ ആമുഖത്തിൽ പറഞ്ഞ പോലെ എന്തായാലും ചികിത്സയും ചികിത്സേതരവുമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു അന്വേഷണം എന്തായാലും ഉണ്ടല്ലോ, രണ്ടും അതിൽ കടന്നു വരുന്നുണ്ടാവുമല്ലോ. അപ്പം അത് കുറച്ചുകൂടെ ഒരു ചർച്ചയിലൂടെ അത് തീരുമാനമാക്കാൻ തോന്നുന്നു. എന്തായാലും ചികിത്സേതരമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഒരു അപ്രോച്ച് എന്തായാലും വേണ്ടി വരും. കേരളത്തിൽ ഒരു പുതിയ പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തിലേക്ക് സംസാരിക്കുന്ന ഏത് ചർച്ചയും വെറും ചികിത്സാ കേന്ദ്രങ്ങളും ക്യൂറേറ്റീവ് മാത്രമായി പോകുന്നുണ്ട്. അത് മാറുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഐ ആൾസോ അഗ്രി. വെറും ക്യൂറേറ്റീവ് വെച്ച് വെറും ചികിത്സാ കേന്ദ്രങ്ങൾ ഇപ്പൊ കണ്ടില്ല. കേരളത്തിൽ ആരോഗ്യം നന്നായത് ആശുപത്രികൾ ഉണ്ടാകുന്ന ധാരണയിലുണ്ട്. അതൊന്നും മാറ്റിയിട്ട് ശരിക്കും ബേസ് ലെവലിനെ തൊട്ട് നമ്മൾ നടത്തുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ജയശ്രീ പറഞ്ഞു. അതെ താങ്ക് യു. അതെ അല്ല, ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പോ കേരളീയം ഇത് ചെയ്യുമ്പോൾ കേരളീയത്തിന്റെ ഒരു എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടോ? ഏതൊരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് കേരളീയം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് പബ്ലിക്കിനെയാണ് അഡ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു കേരളീയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാല് നല്ലതായിരിക്കും തോന്നുന്നു. അത് പറയാൻ വേണ്ടിയാണ് വെച്ചത്. അല്ല, ഇപ്പൊ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് കേരളം നേരിടുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്നുള്ളതാണ് ഒരു വൺ ലൈൻ കേരളീയ ഉദ്ദേശിക്കുന്ന ഒരു വൺ ലൈൻ. അപ്പൊ അത് തീർച്ചയായിട്ടും ജയേഷ് ഡോക്ടറും രാജഗോപാലൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി എന്ന രീതിയിൽ ചികിത്സയും ചികിത്സേതരവുമായിട്ടുള്ള കാര്യങ്ങളെ അന്വേഷിക്കുക എന്നുള്ളതാണ് കേരളീയ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പൊ ഈ ഒരു പ്രാഥമിക സംഭാഷണത്തോട് ഉദ്ദേശിക്കുന്നത്. ജയശ്രീ മാഡം കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞൂടെ? ഇപ്പം പറഞ്ഞിട്ട് തുറന്നിട്ട്. ഹലോ, അല്ല, ഞാൻ ചോദിച്ചതാണ് കേരളീയം ബാക്കി കൂടെ പറയല്ലോ. ബാക്കി ഇപ്പൊ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുള്ളൂ. വളരെ ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്നൊന്ന് വികസിപ്പിച്ച് കുറച്ചും കൂടെ ഐഡിയാസ് കൊടുക്കാമല്ലോ. കുറച്ചും കൂടെ ഒന്ന് സംസാരിച്ചാൽ. അതില് അത് ഡോക്ടർ ജയകൃഷ്ണൻ വളരെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേരളീയം ഉദ്ദേശിക്കുന്നത് ഈ പ്രതിസന്ധികൾ, ഇപ്പൊ എല്ലാവർക്കും ആരോഗ്യം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് പിന്നെ അച്ചീവ് ചെയ്യുന്നതിനുള്ള പ്രതിസന്ധികളും എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ
അത് ഓക്കെ, അത് തീർച്ചയായിട്ടും ചികിത്സ മാത്രമല്ലല്ലോ. ഹെൽത്തിന്റെ ഡെഫിനിഷൻ തന്നെ ഡോക്ടർ ജയകൃഷ്ണൻ നേരത്തെ പറഞ്ഞു. ഹെൽത്തിന്റെ ഡെഫിനിഷൻ തന്നെ വളരെ ബ്രോഡായിട്ടുള്ള ഒന്നാണല്ലോ. ഡിസീസ് മാത്രമല്ല, ക്യൂർ മാത്രമല്ല, അതിൽ സംശയം ഒന്നുമില്ല. അല്ല, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഒന്ന്, നമ്മൾ എപ്പോഴും ഒരു ക്രിട്ടിക്കൽ മാത്രമാകാണ്ട് ഈ പറഞ്ഞ പോലെ കേരളം സവിശേഷമായിട്ട് എവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു സ്റ്റേറ്റസ് അപ്രൈസലും കൂടി ഇതിനകത്ത് വന്നാൽ നല്ലതായിരിക്കും. എന്നിട്ട് അത് ചെയ്തിട്ട് പിന്നെ ഉള്ള ഗ്യാപ്സും പ്രതിസന്ധികൾ കുറച്ച് എവിടെയൊക്കെയാണ് പ്രതിസന്ധികൾ ഉള്ളത്, ഗ്യാപ്പ് ഉള്ളത് എന്ന് നോക്കുക എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ചില വളരെ ബ്രോഡായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ മാത്രമായി പോകാതെ കുറച്ച് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിൽ എക്സ്പേർട്സിനോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോൾ എല്ലാം ക്രിട്ടിക്കൽ മാത്രം പറയുമ്പോൾ അത് എല്ലാവരിലേക്ക് റീച്ച് ചെയ്യില്ല, ഈ സിസ്റ്റത്തിനകത്തുള്ളവരിലേക്കൊന്നും റീച്ച് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ മാത്രം ആയി പോകും എന്നുള്ളതാണ്. പിന്നെ ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ കൺസെപ്റ്റ് തന്നെ മാറി വരാനുള്ള കാരണം ഹെൽത്ത് ഫോർ ഓൾ ഒക്കെ മാറിയിട്ട് അവസാനം കവറേജും ഒക്കെയായി മാറിയത് ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു എക്കണോമിക് ചേഞ്ചിന്റെ ഭാഗമായിട്ടാണല്ലോ. നമ്മൾ ഒരുപാട് എത്രയോ കാലമായിട്ട് ഇതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതില് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പ്രധാന കാരണം എന്നുള്ളത് ഈ എക്കണോമിക് ചേഞ്ച് തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമുക്ക് എത്രത്തോളം പറ്റും എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് പ്രശ്നം എടുത്താലും അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് കിടക്കുന്നത് ഫൈനാൻഷ്യൽ പ്രശ്നം തന്നെയാണ്, ബജറ്റിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാൽ അത് മാത്രമല്ല, അതുകൊണ്ട് ഒന്നും പറ്റില്ല എന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും അതിനെ കുറച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയത് NHM പോലെയുള്ള പ്രോഗ്രാം, നാഷണൽ ഹെൽത്ത് മിഷൻ്റെതായിട്ടുള്ള അതിനുള്ള ഒരു സജഷൻ വന്നത് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് NHM പോലെയുള്ള സംഭവങ്ങൾ വരുന്നത്. അത് കേരളത്തിൽ കുറച്ച് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും കേരളത്തിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കാൻ പറ്റിയത് കൊണ്ടാണ്, അതും NHM-ഉം ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഒരു ബെറ്ററായ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകാൻ. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് സോഷ്യൽ ഡിറ്റർമിനൻസ് എല്ലാം കേരളത്തിൽ മെച്ചപ്പെട്ടതായത് കൊണ്ട് തന്നെയാണ് ഹെൽത്ത് ബെറ്റർ ആയിട്ടുള്ളത്. അതിനെ കുറച്ച് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ കഴിഞ്ഞത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും NHM-ന്റെ കുറെ സപ്പോർട്ടും കൊണ്ടാണ്. ആശാ വർക്കേഴ്സ് അടക്കം അതിന്റെ ഭാഗമായിട്ട് വന്നതാണല്ലോ. അപ്പോൾ അത് ആ ഒരു രീതിയിൽ കാണാൻ പറ്റും. പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് തോന്നുന്നത് നമ്മുടെ പൊളിറ്റിക്സ് തന്നെയാണ്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒന്ന് പാർട്ടി പൊളിറ്റിക്സ് ഒരു വശത്ത്, അതിന്റെ ഒരു സ്ട്രഗിൾ. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് നടന്ന സംഭവം എടുത്താൽ, ഡോക്ടർ ഹാരിസിന്റെ സംഭവം എടുത്തു കഴിഞ്ഞാൽ, ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിക്കുമ്പോഴും അതൊരു പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലുള്ള ഒരു പ്രശ്നമായി അവസാനം മാറുകയും പിന്നെ അതിനെ പിന്നെ എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മറ്റുള്ള ഒരു പബ്ലിക് എത്തുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്സിനെ തന്നെ നമ്മൾ പൊളിറ്റിക്സ് ഇല്ലാതെ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പൊളിറ്റിക്സ് ആണ് ഹെൽത്ത് എന്ന് പറയുമ്പോഴും മറ്റേ ബ്രോഡർ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലല്ലാതെ അതിനെ ചർച്ച ചെയ്തിട്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും തോന്നിയ ഒരു കാര്യം, നമ്മളൊരു മൈക്രോ പൊളിറ്റിക്സിന്റെ ലെവലിൽ നിന്ന് മാറി ഒരു മൈക്രോ പൊളിറ്റിക്സിൽ എങ്ങനെ ഒരു മാറ്റം വരുത്താമെന്ന് നോക്കേണ്ടതുണ്ട്. അതിനകത്ത് സിറ്റിസൺസിന് ഭയങ്കര റോളുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ പബ്ലിക്കിനെയാണല്ലോ മെയിൻലി അഡ്രസ് ചെയ്യുന്നത്. ആളുകളുടെ ഉത്തരവാദിത്തം എന്താണ്, ആളുകളുടെ പങ്കാളിത്തം എന്താണ്, അതവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നല്ല, അതുപോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമല്ലോ. ആ ഒരു കാര്യമാണ് പലപ്പോഴും ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ജനപ്രതിനിധികളും എല്ലാം. ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, എന്തുകൊണ്ടാണ് പിന്നെ ഈ പല കാര്യങ്ങളും, ഈ പർച്ചേസിന്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചെറിയ ഹെൽത്ത് സെന്റർ മുതൽ വലിയ ആശുപത്രികളിൽ വരെ ഉള്ള ഗ്യാപ്സ് ഐഡന്റിഫൈ ചെയ്യാനും
അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മുടെ ഡെവലപ്മെന്റ് കമ്മിറ്റികൾക്ക് എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? ഇപ്പം ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ ഇപ്പൊ ഗ്രാമസഭ തൊട്ട് എല്ലായിടത്തും എന്താ പറയാ സോഷ്യൽ ഓഡിറ്റ് അത് ഇതൊക്കെ നമ്മൾ കൺസെപ്ച്വലി പറയുന്നുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത്? ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ നോക്കണമെന്നായിരിക്കും. ഓരോ ആളിന്റെയും ഉത്തരവാദിത്വം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കേരളത്തിൽ തോന്നുന്നത് ഇവിടെ റെഫറൽ സിസ്റ്റം നമുക്ക് ഫങ്ഷൻ ചെയ്യിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ റെഫറൽ സിസ്റ്റം പണ്ട് തൊട്ടേ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് റെഫറൽ സിസ്റ്റം ഫങ്ഷൻ ചെയ്യിക്കാൻ പറ്റാത്തത്? അവിടെ അവിടെയാണ് ആളുകളുടെ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഏറ്റവും ടോപ്പിൽ കെയർ വേണം. അതുപോലെ എയിംസിന് വേണ്ടിയൊക്കെ നമ്മൾ ആലോചിക്കുന്നത് എയിംസ് തന്നെ വേണം നമ്മുടെ മുറ്റത്തെന്ന് ആലോചിക്കുന്ന ഒരു കാര്യത്തിലാണ്. അപ്പോ ഇപ്പോ ആവശ്യമുള്ള വേറെ ഏതെങ്കിലും രാജ്യത്ത് എനിക്ക് തോന്നുന്നില്ല, വേറെ ഒരു രാജ്യത്തും ഇങ്ങനെ പോയിട്ട് എപ്പോഴും ഡോക്ടറെ കാണാനും എല്ലാം ഏത് ലെവലിലും ഡയറക്റ്റ് പോയി ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലയിടത്ത് പല ഡിസ്കഷൻസിലും ഞാൻ ഈ റെഫറൽ സിസ്റ്റം സ്ട്രെങ്തൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. എപ്പോ നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞാലും ലോഡാണ്, പേഷ്യന്റ് ലോഡ് അല്ലെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടല്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മെഡിക്കൽ കോളേജുകളിലാണെങ്കിലും മറ്റാശുപത്രികളിലാണെങ്കിലും എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത്രയുമാണ് പേഷ്യന്റ് ലോഡ് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരും. സർജറി പല കാര്യങ്ങളും വെയിറ്റ് ചെയ്യേണ്ടി വെച്ചാൽ എല്ലാവരും ആദ്യം തന്നെ എല്ലാ സിസ്റ്റത്തിലും പോകാൻ പറ്റുന്നുള്ളതാണ്. ഇതിന്റെ കൂടെ മറ്റു സിസ്റ്റത്തിലേക്കും ആളുകൾ പോകുന്നുണ്ട്, എല്ലായിടവും പോകുന്നുണ്ട്. അപ്പൊ അത് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന കാരണം പൊളിറ്റിക്സ്, അതിൻ്റെ പൊളിറ്റിക്കൽ ഇടപെടലുകൾ ഒരു പ്രധാന കാരണമാണ്. പൊളിറ്റിക്കൽ ഇടപെടലുകൾ എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ ആളുകളുടെ ഡിമാൻഡാണ്. ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ജനങ്ങളെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിൽ ബന്ധമുണ്ടല്ലോ. അപ്പൊ ഈ ഒരു കൾച്ചറൽ ചേഞ്ച് വളരെ പ്രധാനമാണ്. വെച്ചാൽ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുക, സിറ്റിസൺസിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർ സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് സെന്ററുകൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ലെവൽ ഹോസ്പിറ്റലുകൾ, താലൂക്ക് ആശുപത്രികളാണെങ്കിലും ജില്ലാ ആശുപത്രികളാണെങ്കിലും ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എങ്കിലും എല്ലായിടവും തിരക്ക് കൂടുതലും എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ല. ഇനി അതൊരു ചെയ്യണമെങ്കിൽ അടുത്ത ലെവലിൽ റെഫറൽ സിസ്റ്റം പ്രോപ്പർ ആക്കിയാൽ മാത്രമേ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ ഈ മെഡിക്കൽ എത്തിക്സ് ഇനി അടുത്ത ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എത്തിക്സിന്റെ കാര്യത്തിലാണ്. അതിപ്പോ ഡോക്ടർ ഹാരിസിന്റെ തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. അപ്പൊ അങ്ങനെ ഡോക്ടർമാർക്കും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാം ഇങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ എന്നുള്ള ഒരു തരം കംപ്ലൈസൻസ്, ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഹെൽത്ത് കെയറിൽ പൊതുവെ വരുന്നത്. അങ്ങനെയായി നമ്മളങ്ങ് മാറി, അതിനോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ എവിടെയെല്ലാം നമുക്ക് ഈ എത്തിക്സിനെ എന്താ പറയാ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ ഈ മെയിൻ ഫീൽഡിലല്ലാതെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ, ട്രൈബലും കോസ്റ്റലും ഒക്കെ അതെല്ലാം ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ട് അവിടെ സർവീസ് മാത്രം കൊടുക്കാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് നടക്കാത്തത്. അതൊരു ബ്രോഡർ പൊളിറ്റിക്കൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് മാത്രമേ അങ്ങനെ മാർജിനലൈസ്ഡ് ആളുകൾക്ക് സർവീസ് വേണ്ട രീതിയിൽ കിട്ടുക എന്നുള്ളതാണ്. അതും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എത്തിക്കൽ ഫീൽഡിൽ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി വളരെ പ്രധാനപ്പെട്ടതുണ്ട്. അപ്പൊ അതിന് ജെൻഡർ എന്നുള്ള ജെൻഡർ പൊളിറ്റിക്സ്, പിന്നെ ജെൻഡർ പൊളിറ്റിക്സിൽ വെച്ചുകൊണ്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ തന്നെ, ഇപ്പൊ കോഴിക്കോട് ഉണ്ടായ ഒരു സ്ത്രീയോട് അവിടുത്തെ ഒരു മെയിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, അത് നഴ്സിംഗ് അസിസ്റ്റന്റോ അങ്ങനെ ആരോണം തോന്നുന്നുണ്ട്, അവര് ചെയ്ത ഒരു കാര്യമൊക്കെ ഇതൊക്കെ എത്ര ലൈറ്റായിട്ടാണ് അവസാനം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ അതിനോടുള്ള ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളുടെ ഒരു റെസ്പോൺസും ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു
ഒരു എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള തരത്തിലാണ് അപ്രോച്ച്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളല്ലോ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് വരുന്നതും ഒക്കെ തന്നെ വളരെ ലൈറ്റായിട്ടാണ്. പിന്നെ അടുത്തിടയ്ക്ക് പലപ്പോഴും നമുക്ക് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, പണ്ടൊന്നും ഒരു മെയിൽ ഡോക്ടർ അവരുടെ പേഷ്യന്റിനോടൊരു ഹറാസ്മെന്റ് എന്നുള്ള രീതിയിൽ, സെക്ഷലി എന്നുള്ള രീതിയിൽ പണ്ട് നമുക്കങ്ങനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ഇപ്പൊ പലയിടത്തുനിന്നും അങ്ങനത്തെ റിപ്പോർട്ടുകൾ നേരിട്ട് കണ്ടുകൊണ്ട് വിറ്റ്നസ്. ഈ അടുത്തിടയ്ക്ക് ഒരു ഡോക്ടർ തന്നെ, ഒരു സീനിയർ റെസിഡന്റ് അതുപോലുള്ള ഒരു ഡോക്ടർ തന്നെ, അവർ ഇത് വിറ്റ്നസ് ആവുകയാണ്. പക്ഷെ അവർക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല. ഇപ്പൊ ഒരു കാർഡിയോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കാർഡിയോളജി എക്സാമിനേഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർമാരിങ്ങനെ പെരുമാറുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ അല്ലാത്ത ഹറാസ്മെന്റുകൾ ഉണ്ടാകുമ്പോൾ പോലും അത് എങ്ങനെയാണ് ഇത് പോകുന്നതെന്നുള്ള, ഇപ്പൊ ഗവൺമെന്റിൽ നിന്നൊരു പേപ്പർ കിട്ടിയത് കോൺഫിഡൻഷ്യൽ ആണ് എങ്കിലും ഞാൻ പറയാണ്, എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അപ്പൊ ആ കോഴിക്കോടത്തെ കേസിന്റെ ഇതാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ് ആദ്യം തന്നെ എഴുതിയിട്ടുള്ള വരിയെന്ന് പറഞ്ഞാൽ, വളരെ എന്താണ് ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നതിന്റെ മലയാളം വാക്കാണ്, കോൺട്രവേഴ്സി ഉണ്ടാകുന്നതും ഗൗരവമുള്ളതുമായിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റ്, അതിന്റെ ലൈംഗിക അതിക്രമങ്ങൾ, അതിന്റെ അഡ്ജക്റ്റീവുകളാണ്, വിശേഷണങ്ങളാണ്. അങ്ങനെയുണ്ടോ? ഗൗരവമില്ലാത്ത ഒരു ലൈംഗിക അതിക്രമം ഉണ്ടോ? അങ്ങനെയില്ലല്ലോ. ലൈംഗികാതിക്രമം എന്ന് പറയുന്ന ഗൗരവമുള്ള കാര്യം തന്നെയാണല്ലോ. പിന്നെ അതുപോലെ കോൺട്രവേഴ്സി ഉണ്ടാകുന്നതും ഇല്ലാത്തതുമായിട്ടുള്ള, അങ്ങനെ വേർതിരിക്കാൻ പറ്റുമോ? അതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്ന, ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രശ്നമാണ്. ഈ ഒരു എത്തിക്സിന്റെ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൻ്റെതായിട്ടുള്ള പ്രശ്നം. കേരളത്തിൽ ഇതൊക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാണ്. അല്ല, ജെൻഡറിന്റെ വിഷയം വരുമ്പോൾ അതുപോലെ അബോർഷന്റെ പ്രശ്നം. അബോർഷൻ ഇപ്പം അമ്മമാര് കൊച്ചുങ്ങളെ കൊല്ലുന്നു എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ വരെ എത്തുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അബോർഷൻ ചെയ്തു കൊടുക്കുന്നില്ല എന്നല്ല. ഇപ്പൊ അടുത്തിടയ്ക്കും ഒരു ആള് പറഞ്ഞത്, അതിന് പ്രൈവറ്റിൽ ചിലയിടത്ത് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ പൈസ കൊടുക്കണം അതിന്, അങ്ങനെയൊക്കെയുള്ള ഇതിപ്പോ ഒരു അണ്ടർഗ്രൗണ്ടിൽ ചെയ്യുന്ന പോലെയാണ്. ഇത് തെറ്റായ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്ന പോലെയാണ്, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിന് എന്താണ്, അതിന് ഒരു ബ്രൈബിങ് പോലെ അതിന് കൂടുതൽ എത്ര പൈസ വേണമെങ്കിലും മേടിക്കാം എന്നുള്ളതാണ്. അതേപോലെ ആണ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു കാര്യം. അത് ഈ ഇടയ്ക്ക് നമ്മൾ ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് ഇതിൽ ഇടപെടുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പിന്റെ ഇടയിൽ വരുന്ന ഒരു ഡിസ്കഷൻ, നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ എല്ലാവരും കൂടി കെട്ടുകഥകൾ ഉണ്ടാക്കി അതിനെ ഡിസ്കറേജ് ചെയ്യുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ നമ്മൾ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിനകത്തുള്ള ഒരു ജെൻഡർ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതെന്നുള്ളതാണ്. അത് കൊടുക്കുന്നതിന്റെ അല്ല വിഷയം. നമുക്ക് അതിങ്ങനെ ഈ സർഗസിയിലെയൊക്കെ പോലെ അത് സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. സ്ത്രീകളെ കൊണ്ട് ഇത് കൊടുപ്പിക്കുന്നു. അത് ഒരു നെക്സസ് ഇല്ലാതെ ഇതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഇതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ ഒരു റൂമർ ലെവലിലോ അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു സൂപ്പർഫിഷ്യൽ ലെവലിലുള്ള കാര്യങ്ങളാണ്. കേസ് സ്റ്റഡീസോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പൊ ഈ സ്ത്രീകളെ ഇങ്ങനെ അവർക്ക് അറിയില്ല, പിന്നെ അതിന്റെ എന്താ പറയാ, മറ്റ് ലോസ് ഒന്നും അറിയില്ലായിരിക്കുമല്ലോ. അപ്പൊ ആദ്യം ഇതിന്റെ പിന്നെ കൺസെന്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ പ്രോസസ്സുകളുണ്ട്. അതപ്പം പിന്നെ എന്താ പറയാ, അത് ഹോസ്പിറ്റലുകളിൽ നിന്ന് തന്നെ അത് റിഫ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇവര് അത് പിന്നെ കേസിന് പോകും. അതിന്റെ ശരിക്കുള്ളത് എനിക്കറിയില്ല, ലോയേഴ്സിന് കൂടുതൽ അറിയുമായിരിക്കും. അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾക്ക് ഇതിന് കോമ്പൻസേഷനും പാടില്ലല്ലോ. നമ്മുടെ നിയമം അനുസരിച്ച് കോമ്പൻസേഷൻ അങ്ങനെ ഒന്നുമില്ല. സ്ത്രീകൾക്കൊന്നും കിട്ടില്ല. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന പുരുഷന്മാരാണ്. അവരുടെ പങ്കാളികളായിട്ട് കുറച്ച് നാളത്തേക്ക് വരുന്നവരായിരിക്കാം. എന്താണെങ്കിലും ഇതിന്റെ എണ്ണം കൂടുതൽ സ്ത്രീകളാണ് അത് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നത്. അതിന്റെ കോമ്പൻസേഷൻ അവർക്ക് കിട്ടുന്നുമില്ല. അങ്ങനത്തെ വിഷയങ്ങൾ പോലും ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ ഇത് ഫൈനലി എനിക്ക് അതിൽ കൂടുതൽ പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിലേക്കാണ് വരുന്നത്. അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിന് ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്തത് ഡോക്ടർമാരുടെ സംഘടനകളാണ്. കേസ് കൊടുത്തിരിക്കുകയായിരുന്നു അതിന്
എതിരായിട്ട് ഈയിടയ്ക്ക് എന്തോ വിധിയൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് എന്തോ വന്നിരുന്നല്ലോ, മീഡിയയിലൊക്കെ വന്നിരുന്നു. അപ്പൊ അതിന് എന്താണ് ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ ഇത് അംഗീകരിക്കുന്നില്ല, ഈ ആക്ട് അംഗീകരിക്കുന്നില്ല. അപ്പൊ പലതും നമുക്ക് പ്രൈവറ്റിൽ റെഗുലേഷൻ വേണമെന്നുള്ള. ഇപ്പൊ 2 ദിവസം മുമ്പ് TV-യിൽ ഈ ഡോക്ടർ ഹാരിസിന്റെ വിഷയമായിട്ടൊരു ചർച്ച വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഒരാൾ പറയുന്ന കേട്ടു, പ്രൈവറ്റില് എന്തെല്ലാം നടക്കുന്നു, പ്രൈവറ്റില് നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്ന്. അപ്പൊ പ്രൈവറ്റില് എന്തും നടക്കാൻ പറ്റുമോ? പ്രൈവറ്റില് റെഗുലേഷൻ വേണ്ടേ? അതിനും കൂടിയാണല്ലോ ഒരു റെഗുലേഷൻ. പ്രൈവറ്റ് വേണ്ടാന്നല്ല, പ്രൈവറ്റ് ഒരിക്കലും ഇനി ഇല്ലാതെ പറ്റാത്തൊരു കാര്യമാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട എല്ലാ സ്റ്റേറ്റിന്റെ ആയിരുന്നു. പക്ഷെ പ്രൈവറ്റ് സിസ്റ്റം, പ്രത്യേകിച്ച് കേരളത്തില് പ്രൈവറ്റ് സിസ്റ്റം വളരെ ഒരുപാട് സർവീസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിലും ഒരു റെഗുലേഷൻ വേണമല്ലോ. ആ റെഗുലേഷനുള്ള ഒരു ഹോപ്പായിരുന്നു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. അതിന് പരിമിതികൾ ഉണ്ടെങ്കിലും അത് എന്താ പറയാ, അത് റിവ്യൂ ചെയ്യുകയൊക്കെ ചെയ്യാൻ നല്ലതുണ്ട്. ഒരു തരത്തിലുള്ള റെഗുലേഷൻ ഇല്ല എന്നുള്ളതാണ് പ്രൈവറ്റില്. അപ്പൊ ഇതിന്റെയും ഇത് ആരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട? പബ്ലിക് തന്നെയാണ്. പബ്ലിക് ഇനി ഇത് അക്കൗണ്ടബിൾ ആക്കുന്നില്ല എന്നുള്ള, നമ്മള് ഗവൺമെന്റിന് മാത്രം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതിന് ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി സിസ്റ്റം ഇല്ല. ഇപ്പൊ പ്രതിപക്ഷം ഇങ്ങനെ ഭയങ്കരമായിട്ട് സമരവും മാർച്ചും ഒക്കെ ആയിട്ട് ഇത് പോകുന്നു. പക്ഷെ അവര് ഗവൺമെന്റ് ആയി വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇതിനേക്കാൾ മോശമായിട്ടായിരിക്കും ആ സമയത്ത് വരുന്നത്. അപ്പൊ നമുക്ക് അത് ഗവൺമെന്റിനെതിരായിട്ടോ മാത്രം പറയുന്നോണ്ട് കാര്യമില്ല. അതിനകത്ത് ഒരു പബ്ലിക്കിന്റെ ഇടപെടലാണ് ഇതിലൊക്കെ. പഠിച്ചുകൊണ്ടുള്ള ഇടപെടൽ, പഠിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ അവയർനെസ്സോട് കൂടിയുള്ള ഇടപെടലാണ് വേണ്ടതെന്നുള്ളതാണ്, ഇതുപോലെയുള്ള സിസ്റ്റംസിനെ അക്കൗണ്ടബിൾ ആക്കാൻ. അപ്പൊ ഞാൻ വീണ്ടും പറയുമ്പോൾ മോഡേൺ മെഡിസിനകത്ത് മാത്രം നിൽക്കുന്നു, അല്ലെങ്കിൽ ക്യൂറേറ്റീവില് മാത്രം നിൽക്കുന്നു എന്നുള്ളത് വരുമായിരിക്കും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല. മറ്റു കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കൂടുതൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാൻ അറിയില്ല. ഞാൻ ഇടപെടുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. ഹെൽത്ത് എക്സ്പെൻഡിച്ചറിന്റെ കാര്യം നേരത്തെ ഡോക്ടർ ജയകൃഷ്ണൻ പറഞ്ഞു. മനുഷ്യര് ഇതില് ആളുകൾ വിചാരിക്കുന്നത് ഇന്ന സ്ഥലത്ത് ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ മാത്രമാണ് ഹെൽത്ത് കെയർ കിട്ടുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയാൽ മാത്രമാണ് കിട്ടുന്നതെന്ന് ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് വളരെ ചുരുങ്ങിയ ആളുകളെങ്കിലും പിന്നെ ഈ എക്സ്പെൻഡിച്ചർ താങ്ങാൻ വരാതെ അവരുടെ നമ്മൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കാണുമ്പോൾ അവരുടെ മറ്റു കാര്യങ്ങൾ, പോഷകാഹാരമാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് ഭയങ്കര വില കൊടുത്ത് മരുന്നും മറ്റു ഹെൽത്ത് സർവീസും സ്വീകരിക്കേണ്ട ഒരവസ്ഥയിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ ഇത് തമ്മിൽ അങ്ങനെ വലിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കാണാതിരിക്കാനും പറ്റില്ല. ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ക്യൂറേറ്റീവിലാണ് ഏറ്റവും പ്രശ്നം കിടക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റേതൊക്കെ നമുക്ക് എത്രത്തോളം അതിനെ ഇപ്പൊ പ്രിവെന്റീവ് പ്രൊമോട്ടീവ് ഒക്കെ നമുക്ക് പറയാന്നല്ലാതെ എത്രത്തോളം നമുക്ക് അതിനെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് മെഷർ ചെയ്യാനും ആളുകളുടെ വേ ഓഫ് ലൈഫിനകത്തൊക്കെ എത്രത്തോളം നമുക്ക് കടക്കാൻ പറ്റും, അതിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന എത്രയോ ഫാക്ടേഴ്സ് കിടക്കുകയാണ്. അതിനെല്ലാം അളന്നു തൂക്കി നമുക്ക് പറയാൻ പറ്റും ഇന്ന ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതൊക്കെ എനിക്കറിയില്ല. അതൊക്കെ കുറച്ച് വേഗമായ കാര്യങ്ങളാണ്. വളരെ കോൺക്രീറ്റ് ആയ കാര്യങ്ങളെ നമുക്ക് അക്കൗണ്ടബിൾ ആക്കാൻ പറ്റുന്നില്ലല്ലോ. വളരെ നിസ്സാരമായ കാര്യങ്ങൾ, ഇപ്പൊ ഈ അബോർഷന്റെ കാര്യം തന്നെ പറയാണ്. എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും ഇതിന്റെ എന്താ പറയാ, എത്ര ചാർജാണ് ഇവിടെ ഉള്ളത്? 50,000 രൂപ വരെ ചിലപ്പോൾ ഒരു അബോർഷന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നു. 100 രൂപയ്ക്ക് നമ്മുടെ ഇവിടെ പയ്യന്നൂരിൽ ഒരു ഡോക്ടർ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരുന്നത്. അത്രയും ഡിസ്പാരിറ്റി ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഈ ഒരു എക്കണോമിക്സും പൊളിറ്റിക്സും ഒക്കെ വളരെ പ്രധാനമല്ലേ? നമ്മൾ വളരെ വേഗമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ നല്ല ഭക്ഷണം നിയന്ത്രിക്കണം, ഇതൊക്കെ പറയാം, അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയണേ. പക്ഷെ അതിനേക്കാളും വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ കിടക്കുന്ന ക്യൂറേറ്റീവില് തന്നെയാണോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുന്നു, പിന്നീട് പറയാം. ദിവാകരനാണ്. സോറി, സംസാരിക്കാവോ? സംസാരിച്ചോളൂ. അല്ല, ഒന്ന് ഞാൻ ഡോക്ടർ ജയശ്രീ പറഞ്ഞതിൽ എനിക്ക് വലിയൊരു കാര്യം തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഈ റെഫറൽ സിസ്റ്റം എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായിട്ടൊരു ആവശ്യമാണ്. അതില്ലാതെ നമുക്ക് ഈ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളത് നടത്താൻ പറ്റും തോന്നുന്നില്ല. ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ആലോചനയിൽ വന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഒരുപാട് ഈ ജനങ്ങള് ആരോഗ്യ പരിപാലനത്തിന് ഈ ആരോഗ്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് വല്ലാത്തൊരു പത്തോളജിക്കലായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസ് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് പൊതുവെ ഒരുപാട് അസുഖങ്ങളൊക്കെ സെൽഫ് ലിമിറ്റിംഗ് ആണല്ലോ, അതങ്ങനെ വരും മാറും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നാൽ
നമ്മൾ ഈ മോഡേൺ മെഡിസിനോടുള്ള എന്താ പറയുക ഒരു വല്ലാത്തൊരു പ്രതിപത്തി ഉണ്ടായിട്ട് നമ്മുടെ ഒരു തരം ശാസ്ത്രീയതയൊക്കെ വന്നിട്ട് എന്തുണ്ടായെന്ന് വിചാരിച്ചാൽ പനിയോ വെച്ചിരിക്കേണ്ട ഡോക്ടറെ കാണൂ എന്നുള്ളതായി മാറിയിരിക്കുന്നു ഇപ്പോൾ വാസ്തവത്തിൽ. അപ്പോൾ ഈ ഒരു പത്തോളജിക്കലായിട്ടുള്ള ഈ ഡിപ്പെൻഡൻസ് ഉണ്ടല്ലോ ആരോഗ്യ സ്ഥാപനങ്ങളോടുള്ള, അത് ജനങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സാധാരണഗതിയായിട്ടുള്ള അസുഖങ്ങളൊക്കെ എങ്ങനെയാണ് സെൽഫ് ലിമിറ്റിംഗ് ആയി മാറുന്നത്, ഏതാണ് ഈ വാർണിംഗ് സൈൻ ആയിട്ട് വരുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്കൂൾ ലെവലിൽ തന്നെ ഒരു പഠിത്തം ഉണ്ടാവുകയും അങ്ങനെ ഒരു നാട്ടറിവുകൾ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാമെങ്കിൽ നമ്മളുടെ കുറേ നാട്ടുശീലങ്ങളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഒരു രോഗം വന്ന് ഒരു പനി പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി. ഇപ്പൊ ടോട്ടലി ഹെൽപ്ലെസ് ആയിരിക്കുകയാണ് ആൾക്കാർ. ഒരു പനി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നേരെ പോയി ഡോക്ടറെ കാണുക മാത്രമേ നിർത്തിയുള്ളൂ. അങ്ങനെയാണ് ആർത്തലച്ച് ഈ ഒ പികളിൽ 100ഉം 200ഉം, ഞാൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒ പി ഇരുന്നിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് നല്ല അനുഭവം ഉണ്ട്. അത് 300ഉം 400ഉം പേരെയാണ് രാവിലെ ഒരു സെഷനിൽ കാണുന്നത്. ഇത്രയും ആൾക്കാരിൽ ആ ഒരു 10% എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് പ്രോബ്ലം ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവയർനെസ് ഉണ്ടാക്കേണ്ടത് ഒരു ആവശ്യമാണ്. പിന്നെ അപ്പോൾ തന്നെ കുറെ എന്താ പറയുക തിരക്ക് കുറയും. ഈ തിരക്ക് കൂടുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് കെയറിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ റെഫറൽ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക കുറെ ഡിലേ വരുന്നുണ്ട്. കുറച്ച് ഈ ഡിലേ വാസ്തവത്തിൽ ഒരു കണക്കിന് ഒരു എന്താ പറയുക ഒരു അനുഗ്രഹമാണ്. കാരണം അതിൻ്റെ ഇടയിൽ തന്നെ കുറെയൊക്കെ മാറിപ്പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഒരു ആശുപത്രി വഴി തന്നെ കാര്യങ്ങൾ ശരിയാക്കണം എന്നുള്ള ആ ഒരു മിഥ്യാധാരണ നമുക്കൊന്ന് മാറ്റിയെടുക്കേണ്ടതും കൂടെ ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ. ജയകൃഷ്ണൻ. ഹലോ മോൻ, പറഞ്ഞോളൂ. നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ച് അല്ലെങ്കിൽ കാഴ്ചപ്പാടിനെ കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യണം. നമ്മൾ സംസാരിക്കുമ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപക്ഷെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ കാര്യമായ രീതിയിൽ തന്നെ നമ്മളുടെ ജേർണൽസിലോ അതിലെല്ലാത്തിലും വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിലനിൽക്കുന്ന ഒരു കേരള ത്തിലെ അവസ്ഥയിൽ എന്തുമാത്രം ഇപ്പൊ കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ദശവർഷത്തിലോ അതിന് കുറച്ച് മുമ്പൊക്കെ ആയിട്ട് കേരളത്തിൽ നല്ലവണ്ണം ഗവൺമെന്റ് തന്നെ പല പദ്ധതികളും കൊണ്ടുവന്ന് ആരോഗ്യ മേഖലയുടെ ചികിത്സാ ചെലവിനെ സംബന്ധിച്ചാണ് കുറെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ചില കാര്യങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ തന്നെ അത് എത്രമാത്രം പരിഹരിക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു അവർക്ക് വേണ്ടിയിട്ട് എത്രമാത്രം അത് ഉപകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മളൊരു കാര്യം ആ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നതിനേക്കാൾ എന്തൊക്കെയാണ് നടന്നത്, ഇനി എന്തൊക്കെ നടക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നതായിരിക്കും കുറേ കൂടി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഒരുപക്ഷെ നമ്മൾ കേരളീയം ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇക്വിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ഹെൽത്ത് എന്നുള്ള ഒരു രീതിയിൽ പോയി ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ആസ്പെക്ട്സിനെ ഒരു തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഈ ഇൻഷുറൻസ് ഒക്കെ വരുന്നതിന് മുൻപ് ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് ചെലവ് 9,000 രൂപ എന്നുള്ളത് ഇൻഷുറൻസ് വന്നതിന് ശേഷം നമുക്ക് ചിലവാകുന്നത് ഏകദേശം ഒരു 11,000 ചില്ലാൻ രൂപയാണ് പോയി. എന്നുവെച്ചാൽ അത്രേ അതിൽ ലാഭം കിട്ടിയിട്ടുള്ളൂ ആൾക്കാർക്ക്, ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഡ്രോബാക്കാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ ഈ സിസ്റ്റത്തിൽ പൊളിറ്റിക്കൽ എക്കണോമി അതാണ് കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പൊളിറ്റിക്കൽ എക്കണോമിക്ക് വളരെ പ്രാധാന്യമുണ്ട് തോന്നുന്നു. കാരണം പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ആ ഭാഗത്തൊക്കെ ഒരു തരത്തില് എല്ലാവർക്കും ആക്സസിബിൾ ആണ് അല്ലെങ്കിൽ അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ പോകുമ്പോൾ പോലും സെക്കൻഡറി ആ ലെവൽ അല്ലെങ്കിൽ ടെർഷറി ലെവലിലേക്ക് എത്തുമ്പോൾ പൊതുവെ ഈ പറയുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോലും സാധാരണക്കാരന് ആക്സസിബിൾ ആണോ ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക്
പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെയാണ് ഈ എക്കണോമിയുടെ ഒരു പ്രധാന കാര്യം ഞാൻ സൂചിപ്പിക്കേണ്ടതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാല് മറ്റ് വേറൊരു ഇത്തിരി കൂടി ഉയർന്ന രീതിയിൽ പോകുമ്പോൾ അതിന്റെ ചികിത്സ കിട്ടാൻ പ്രൈവറ്റ് ആശുപത്രികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, അതിന് ഇൻഷുറൻസ് മാത്രം കവർ ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ മേഖല. കാരണം എന്താ വെച്ചാൽ ഡെമോഗ്രാഫിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അറിയാമല്ലോ. പ്രായം ആവുന്ന ആൾക്കാരുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുന്ന അവസ്ഥ, അത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ എത്രമാത്രം പരിഹരിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിന് മാനേജബിൾ ആവുന്നുണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖല. ഈ വൃദ്ധരുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ആ ഭാഗം കൂടിയും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മളുടെ പേഴ്സ്പെക്റ്റീവില് ഏത് രീതിയിലായിരിക്കണം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇനി വിലയിരുത്തേണ്ടത്? അത് കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ജയകൃഷ്ണൻ, ഡോക്ടർ ജയശ്രീ, ഇവരെല്ലാവരും കുറെ ഇത് നിലനിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. അതിലത്തെ തന്നെ അസമത്വങ്ങളും അല്ലെങ്കിൽ അതിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ സമ്പൽ വ്യവസ്ഥ അതിൽ സംസ്കാരം മറ്റെല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ എക്കണോമിയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് ഈ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ ബോധ നിലവാരത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെല്ലാം ഒരുപക്ഷെ ഈ പൊളിറ്റിക്കൽ എക്കണോമിയിൽ വരുന്നു തോന്നുന്നു. അത്തരം ഒരു പെർസ്പെക്റ്റീവിൽ ഇതിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് തരത്തിൽ ഇതിനെ വിലയിരുത്തേണ്ടത് എന്നൊക്കെ ഒരു ആലോചന മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരു സൂചന തന്നു മാത്രം, ഒരു കാഷ്വൽ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അത്തരം ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാണേണ്ടതുണ്ടോ ഈ കേരളത്തിലെ ഇനി കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എപ്പോഴും നമുക്ക് പറയും ഗവൺമെന്റിന്റെ പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ എക്കണോമിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് അവിടെ. ഇപ്പൊ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ ഈ കമ്പോള സമ്പൽ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് തോന്നുന്നു. കാരണം വെച്ചാൽ അത്തരം ഒരു വ്യവസ്ഥിതിയിൽ നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം വെച്ചാൽ ഗവൺമെന്റ് ആയാലും വാങ്ങണം, ഈ പറയുന്ന വ്യക്തികളാണെങ്കിലും വാങ്ങണം. അപ്പൊ ഇതിന്റെയൊക്കെ ഈ സമ്പൽ വ്യവസ്ഥയും വളരെ പ്രധാനമായിട്ടൊരു ഇതുണ്ട്. അപ്പൊ സോഷ്യൽ ഇഷ്യൂ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് അത്തരം ഒരു പ്രധാന ഇതിലാണെന്ന് തോന്നുന്നു. അപ്പോ ആ രീതിയിൽ നമ്മൾ ഇതിനെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാനിപ്പോ ഞാനൊരു സൂചന തന്നത്. നമ്മുടെ പെർസ്പെക്റ്റീവിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഒരു സൂചന തരുന്നത്. ഓക്കെ, താങ്ക് യു മോഹൻ മാമണ്ണി. ഡോക്ടർ ദീപാകരൻ മോഹൻ മാമണ്ണി ചേർത്ത് ചില കമന്റ് പറയാം. ഡോക്ടർ ദീപാകരൻ പറഞ്ഞത് കേരളത്തില് നമ്മുടെ വിദ്യാഭ്യാസം കൂടി ഒരു ഇതാണ് കൾച്ചറൽ ഇൻഫ്ലേഷൻ ഓഫ് മോർബിഡിറ്റി എന്ന് പറയും. നമ്മുടെ വിദ്യാഭ്യാസവും പൈസയും കൂടിയാൽ അവിടെ മോർബിഡിറ്റി കൂടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം വെറുതെ അസുഖം കൊണ്ടുവന്നിട്ട് പോകും. അതിന് ശരിക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അതിന് 3 ഇരട്ടിയോ അതിൽ കൂടുതൽ രോഗങ്ങൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. നമ്മുടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കണക്കുകളിൽ സർവേ നടത്തിയിട്ടുണ്ട്. IP ആണെങ്കിൽ ടോട്ടൽ ഒരു കൊല്ലത്തിൽ 40 താഴെ ആളാണ് കിടക്കുവാണെങ്കിൽ, IP അഡ്മിഷൻ ആകുവാണെങ്കിൽ 1040 താഴെ ആളാണെങ്കിൽ കേരളത്തിൽ അത് 100 2.5 ഇരട്ടിയാണ്. അത് OPയും കൂടുതലാണ്. ഒരു കാരണമുള്ളത് ഒന്ന് ഇത് വിദ്യാഭ്യാസം പൈസയും കൂടുതലുണ്ട്, എല്ലാവർക്കും രോഗം ഉണ്ടാവേണ്ട പേടിയുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിസ്റ്റം തന്നെ പാനിക് ഉണ്ടാക്കുന്നുണ്ട്. പനിയാണെങ്കിൽ അത് ഡെങ്കു ആയിരിക്കാം, വേണ്ടാത്ത ടെസ്റ്റുകൾ കൂടുതൽ. ഓവർ സർവീസ്, ഓവർ മെഡിക്കലൈസ് ചെയ്ത സൊസൈറ്റിയാണ് കേരളത്തിലുള്ളത്. ശരിക്കും അതൊരു പ്രശ്നമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. ഓവർ മെഡിക്കലൈസേഷൻ ആയിട്ടുള്ളത് എല്ലാ സിസ്റ്റം ഉണ്ടായിട്ട് ആയുർവേദ, ഹോമിയോ എല്ലാം മാറി മാറി പരീക്ഷിക്കുന്നവരാണ്. മോഡേൺ മെഡിസിൻ എല്ലാം കൂടുതലാണ് ശരിക്കും. അപ്പൊ കൂടുതൽ ഡോക്ടർമാർ, കൂടുതൽ യുനാനി വൈദ്യന്മാർ അല്ലെങ്കിൽ ആയുർവേദ വൈദ്യന്മാർ, മോഡേൺ മെഡിസിനും കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് ജീവിക്കേണ്ടെങ്കിൽ കൂടുതൽ രോഗികൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു പ്രൊഡക്ഷനായിട്ട് കൂടുതൽ ആശുപത്രി ഉണ്ടെങ്കിൽ കൂടുതൽ രോഗി ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ കൂടുതലാണ് ബാക്കി സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ചെലവിലേക്ക് വരുമ്പോൾ ചികിത്സാ ചെലവിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഗവൺമെന്റ് കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗത്തിന് ചെലവാക്കുന്നത്, ചികിത്സയ്ക്ക് ചെലവാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഗവൺമെന്റ് ചെലവാക്കുന്നതും കൂടുതലാണ്, പ്രൈവറ്റും കൂടുതൽ. പ്രൈവറ്റ് ഉദ്ദേശിക്കുന്ന ഔട്ട് ഓഫ് പോക്കറ്റ്, സ്വന്തം വ്യക്തി ചെലവാക്കുന്നത്. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നുണ്ട്. ബീഹാറിനെക്കാട്ടിയുമുണ്ട്, ഉത്തർപ്രദേശിനെക്കാട്ടിയും ബംഗാളിനെക്കാട്ടിയും കൂടുതൽ ചെലവാക്കുന്നുണ്ട് ഒരു സൈഡിൽ. അതേ സൈഡിൽ വ്യക്തികൾക്ക് കീശയെന്ന് പോകുന്നുണ്ട് കൂടുതലായിട്ട്. ഇപ്പൊ ചികിത്സാ ചെലവ് ഏറ്റവും കൂടുതലായിട്ടുള്ള സ്ഥലമാണ് കൂടുതൽ. ഒരു കാര്യമുള്ളത് ഇവിടെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ മാത്രമല്ല എവിടെയും ചികിത്സാ ചെലവിന് പ്രൈവറ്റിൽ ഒരു നിയന്ത്രണമില്ല, അതിന് സീലിംഗ് ഇല്ല. അതാണ് ജയശ്രീ പറഞ്ഞ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പാക്കിയിട്ടില്ല. അതൊരു കാര്യമാണ്. ആ ഒരു ഭാഗത്ത് ആ ചികിത്സാ ചെലവ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് പറഞ്ഞിട്ട് ഇൻഷുറൻസ് കൊണ്ടുവന്നത്, ഹെൽത്ത് കവറേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് നമ്മുടെ പ്രധാനമന്ത്രി ആരോഗ്യ പദ്ധതി ഉള്ളത്, അല്ലെങ്കിൽ ഇത് പറയുന്നത് കാരുണ്യ പദ്ധതി കേരള ഗവൺമെന്റ് ഒക്കെ ചേർന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ചേർത്ത് ഇൻഷുറൻസ് ഉള്ളപ്പോൾ വലിയ എല്ലാവരും പബ്ലിസിറ്റിക്ക് കൊട്ടിഘോഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കണക്കുകൾ വളരെ സർവേകൾ നടത്തിയപ്പോ ഇൻഷുറൻസ് ഉള്ളവർക്ക് ചെലവ് കുറയുന്നതായിട്ട് കാണുന്നില്ല, കയ്യിൽ നിന്ന് കൂടുതൽ പോയെന്നായിട്ട് കാണുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ
ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ട് ഒരു സൈഡ് മോറൽ ഫസാഡ് എന്ന് പറയും ഇവര്. ഒന്ന് ഇവരുടെ പിന്നെ ഇൻഷുറൻസ് ഉള്ള ആശുപത്രികൾ ആവശ്യമില്ലാതെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് പലതായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ദിവസം കിടന്നാൽ മാത്രമേ അവർക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത സർജറിയും കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, ഇൻഷുറൻസിന് പുറത്തുള്ള ചെലവുകളും ചെയ്തിട്ട് അവർക്ക് ഒരു ചാർജ് കൂട്ടും. അത് അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ സപ്ലൈ സൈഡില് ആവശ്യമില്ലാത്ത ചികിത്സകൾ നടത്തിയിട്ട് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ ഡിമാൻഡ് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ആ ഫാമിലി വെറുതെ പോയിട്ട് അഡ്മിറ്റ് ആകുന്നുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തുള്ള കണക്കുകളാണ്. അപ്പൊ ഇൻഷുറൻസ് അതുകൊണ്ടാണ് ചില പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സ് പറയുന്നത് ഇൻഷുറൻസ് അല്ല പരിഹാരം, ഗവൺമെന്റ് തന്നെ ഫുഡ് കൊടുക്കലാണ്, UK മോഡലാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും കേരളത്തിൽ കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലൈസേഷൻ കൂടാൻ കാരണം ഇൻഷുറൻസ് ഇതിലുകൊണ്ടാണ്. ഇൻഷുറൻസിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ ഇൻഷുറൻസിന് പുറത്തുള്ള കുറെ ഇൻവെസ്റ്റിഗേഷൻസും കൂടുതൽ ചെയ്തിട്ട് കൂടുതൽ അവർ കയ്യിൽ നിന്ന് കാശായിട്ടാണ്. നമ്മൾ പല സർവേകളും കേരളത്തിൽ നടത്തിയപ്പോൾ ഇൻഷുറൻസ് അത്ര പരിരക്ഷ കൊടുക്കുന്നില്ല. അങ്ങനെ കാര്യം നടക്കുന്നുണ്ട്. രണ്ട് കാര്യം. മൂന്നാമത് കാര്യം പറയാനുള്ളത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ കുടുംബാസൂത്രണത്തിൽ നമ്മൾ 1-2 കുട്ടികളാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ 1.7 1.6 ഉള്ളൂ ആവറേജ് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം നോക്കുമ്പോൾ. അതോടുകൂടി എന്താ വെച്ചാൽ നമ്മുടെ വീടുകളൊക്കെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പലപ്പോഴും. വളരെ കുട്ടികൾ കുറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ളത് നമ്മളിവിടെ ഞാനിപ്പോ വളർന്നു വരുന്ന തലം 15 കൊല്ലം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല. വളർന്നു വരുന്ന പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉണ്ടാവില്ല. അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഭാവിയിൽ. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഇൻഡിക്കേറ്റർ എടുക്കുന്ന പ്രത്യേകിച്ച് ആയുസ് കൂടുതലാണ്. കേരളത്തിൽ ആയുസ് കൂടുന്നതോടുകൂടി ആരോഗ്യം കൂടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളടക്കമുള്ളവർ ഇനി എബോവ് 60, 70, 60 കൂടുതലായിരിക്കും, കുട്ടികൾ കുറവായിരിക്കും. അപ്പോൾ ഒന്നുള്ളത് കുട്ടികളുടെ എണ്ണം കൊണ്ടുകൊണ്ട് ഇവരെ പരിരക്ഷിക്കാൻ ആളില്ല, കൂടുതൽ പുറത്തൊക്കെ ഉള്ളതുകൊണ്ട്. ഓൾഡ് ഏജിന്റെ മോർബിഡിറ്റിയും കൂടുതലായിരിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടുള്ള എന്താ പറയുക പഠനങ്ങൾ നടത്തുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ശ്രദ്ധയിലേക്കണം. ഓൾഡ് ഏജ് കൂടുതലായിട്ടുള്ള അവരെ ഡിസീസ് പ്രത്യേകത്തിന് എടുക്കേണ്ടി വരും. അതൊരു എന്താ പറയാ പ്രതീക്ഷ ആയുസ് കൂടുന്ന ഒരു ഇൻഡിക്കേറ്റർ വെച്ച് എടുക്കാൻ പറ്റുമോ? അല്ല ഹെൽത്ത് അല്ലാതെ ആയുസ് കൂടുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രൊഡക്റ്റീവ് അല്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കേണ്ടി വരുന്നു. അതോ ഓക്കെ, ഇനി ആയിരിക്കും സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ട്? ഡോക്ടർ പ്രവീൺ ആണോ? ആരാണ്? സംസാരിച്ചോളൂ. സംസാരിച്ചോ. നമ്മൾ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒന്ന്, നമ്മളുടെ ആശുപത്രികളെ കൂടുതൽ ആശ്രയിക്കുന്ന അവസ്ഥയുണ്ട്. മറ്റൊന്ന്, നമ്മളുടെ ആയുർദൈർഘ്യം കൂടിയെങ്കിലും അതനുസരിച്ചുള്ള കോർമോബിലിറ്റീസും ആരോഗ്യ പ്രശ്നങ്ങളും കൂടുതൽ തീവ്രമായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ എവിടെയാണ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി മറ്റെല്ലാ സിസ്റ്റങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം, ഇങ്ങനൊരു കാഴ്ചപ്പാട്, ഒരു ചർച്ചയും. ഇതുവരെ ഈ സിസ്റ്റങ്ങൾ എന്ത് ചെയ്യായിരുന്നു, അത് വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ അനലൈസ് ചെയ്യണം. ധാരാളം മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുമ്പോൾ എല്ലാ സിസ്റ്റങ്ങളിലും മെഡിക്കൽ കോളേജുകളെ നമ്മൾ സമഗ്രമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അവർ കുറച്ചും കൂടി ഏതെല്ലാം രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അവരോട് ചേർന്ന് ഇന്റർഡിസിപ്ലിൻ റിസർച്ചുകളുടെ സാധ്യതകൾ എന്താണ്, ഇതെല്ലാം നമ്മൾ പരിഗണിക്കുമ്പോഴാണ് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ കുറച്ച് ശമനം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് വേറെ സത്യം. ചികിത്സ എന്നൊക്കെ ചുരുങ്ങുന്നതിന് പകരം ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ഒരു ജീവിത വീക്ഷണമുണ്ട്. ന്യൂട്രീഷൻ ആസ്പെക്റ്റുകളും അതുപോലെ നമ്മളുടെ നാട്ടിൽ ലഭ്യമാകുന്ന വിഭവങ്ങളെ എങ്ങനെയാണ് ഭക്ഷണത്തിൽ വയറ് നിറയ്ക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറിക്കൊണ്ട് ഏതെല്ലാം ഭക്ഷണങ്ങൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ അനുയോജ്യമാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യണം. അതുപോലെ മോഡേൺ മെഡിസിൻ അല്ലാത്ത ഹോമിയോപ്പതിയുടെ സാധ്യതകൾ പലയിടത്തും അത് വേണ്ട രീതിയിൽ ഇന്റർഡിസിപ്ലിൻ റിസർച്ചുകൾ നടത്തി പരസ്പരം റെസ്പെക്റ്റോട് കൂടി മാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിന് പുറത്ത് അത്തരത്തിൽ ധാരാളം വർക്കുകൾ നടക്കുന്നുണ്ട്. അത് നമ്മളും ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി ലോഡ് കുറയ്ക്കാൻ പറ്റും, ആശ്രിതത്വം അല്ലെങ്കിൽ അമിതമായ ആശ്രിതത്വം കുറയ്ക്കാൻ പറ്റും, ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടും കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ടെന്നാണ് സത്യം. ഡോക്ടർ ജയകൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ കേൾക്കാമോ? ജയകൃഷ്ണൻ പറഞ്ഞു, രണ്ടാമത് പറഞ്ഞോളൂ. ഒന്നും കേട്ടിരുന്നില്ല, റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ഈ വെബ് മാഗസിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഈ കണ്ടന്റ് പലരും പറഞ്ഞു, അപ്പൊ അതിനോട് പൊതുവെ ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അത് എങ്ങനെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്കൊന്ന്. അതിലൊരു വ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കുറച്ചുകൂടി പറയാനൊരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ, കേരളീയം, ഇത് എങ്ങനെയാണെന്നുള്ളത് വെബ് മാഗസിൻ നമ്മുടെ വിഷ്വൽ ആയിട്ടുള്ളതാണോ അല്ലെ എഴുത്തിലൂടെയാണോ? രണ്ടും ഉണ്ടോ? രണ്ട് രൂപത്തിലും നമുക്ക് ചെയ്യാം. ഇപ്പം അഭിമുഖങ്ങളായിട്ട് ചെയ്യാം, അത് വിഷ്വലായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ്. ഇപ്പൊ ചില അന്വേഷണങ്ങൾ ഇപ്പൊ ടെക്സ്റ്റ് രൂപത്തിൽ തന്നെ പബ്ലിഷ് ചെയ്യേണ്ടതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ 2 രൂപത്തിലും
ചെയ്യാം. അതിപ്പോ ഇന്റർവ്യൂ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ റിപ്പോർട്ടുകളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് രൂപത്തിലും. എനിക്ക് എല്ലാ ഫോർമാറ്റിലും ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം നല്ലത്. ഓരോന്നിനും അനുയോജ്യമായിട്ടുള്ള, ഓരോ അന്വേഷണങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് എന്നുള്ളതായിരിക്കാം ആണ് കേരളീയ ആലോചിക്കുന്നത്. ക്ലിയർ ആയല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ വരുമ്പോഴേ എനിക്ക് തോന്നുന്നു, പിന്നെ നമ്മൾ ഈ ക്രൂഡ് ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ ഉള്ള ഒരു വലിയ പരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മൊത്തത്തിലുള്ള ഒരു സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ ഒക്കെ കാര്യങ്ങളാണ്. പക്ഷെ അത് ഒരു ചെറിയ ജനവിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആളുകളിലെ തന്നെ ഏറ്റവും താഴെക്കടയിലുള്ളവരിലേക്കൊക്കെ എത്തുമ്പോൾ അതിന്റെ പിന്നെ അത് ഒട്ടും സിഗ്നിഫിക്കന്റ് ആയിരിക്കില്ല. അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പിന്നെ ഏത് വിഷയം എടുക്കുമ്പോഴും അത് ജനങ്ങൾക്ക് അതിൽ താഴെക്കിടയിലുള്ള ജനങ്ങൾക്ക് ഇത് എങ്ങനെ അനുഭവപ്പെടുന്നു, എങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളിടത്ത് തുടങ്ങുമ്പോഴാണ് അതിനൊരു, കാരണം ഇതിൽ വിഷ്വലിന്റെയും പിന്നെ കണ്ടന്റിന്റെയും എല്ലാ സാധ്യതകളും ഇതിനകത്ത് ഉണ്ടല്ലോ. ഈ പിന്നെ ഒരു ഇത്തരത്തിലുള്ള വെബ് മാഗസിൻ എന്ന് പറയുമ്പോൾ, അപ്പൊ ആ രീതിയിൽ അതിനെ സമീപിക്കുന്നത് വളരെ പ്രധാനമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ ആരോഗ്യം ഉള്ളതിനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, അതിപ്പോ കുടിവെള്ളം എന്ന് പറയുമ്പോൾ അപ്പൊ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആവാം. കാരണം മൊത്തത്തില് ശരാശരി അതിന് മുകളിലുള്ളവർക്കൊന്നും കുടിവെള്ളം പ്രശ്നമില്ലെങ്കിൽ പല പ്രദേശങ്ങളിലും അതുപോലെ താഴെക്കടയിലുള്ളവർക്ക് പലർക്കും കുടിവെള്ള പ്രശ്നമാണ്. അതുപോലെ തന്നെ ഹൗസിങ്ങിന്റെ ആണെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അല്ലെങ്കിൽ തീരദേശത്ത് ഉള്ള പ്രശ്നങ്ങൾ, ആദിവാസി മേഖലയിലുള്ളത്. ഇപ്പൊ ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒന്നും ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സിന്റെ ആ ഫ്രെയിമെ മാറ്റി വെച്ചുകൊണ്ട് ജനത്തിലെ പ്രത്യേകിച്ചും താഴെക്കടയിലുള്ള ആളുകളെ എങ്ങനെയാണ് കേരളത്തിൽ ഇപ്പൊ ആരോഗ്യത്തിന്റെ കാര്യം അനുഭവപ്പെടുന്നത്, അതുപോലെ ചികിത്സയുടെ കാര്യത്തിലും അവർ ഓരോന്നിനും, അത് പ്രൈമറി കെയറും സെക്കൻഡറി കെയറും ടെർഷറി കെയറും ഒക്കെ പ്രത്യേകം നോക്കേണ്ടതുണ്ട്. കാരണം അതിൽ ഓരോന്നിലും പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പ്രൈമറി കെയറിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ തന്നെയും അതിനകത്ത് ഇപ്പോൾ ഈ പിന്നെ 2016 ആർദ്ര 1-ാം ഘട്ടത്തിലൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അപ്പൊ പിന്നെ ഒരു പ്രൈമറി ഹെൽത്ത് കെയറിന്റെ സ്ഥാപനത്തിൽ 3 ഡോക്ടർമാരുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പലതും പിന്നെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ ഇപ്പൊ പ്രൈമറി കെയറിന്റെ ഒരു കാര്യം പറയുമ്പോൾ അതിലിപ്പോ പിന്നെ പ്രൈമറി കെയറിന്റെ ഒരു സ്ഥാപനത്തില് അല്ലെങ്കിൽ ഇപ്പൊ പുതുതായി വന്നിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ്, അത് ആളുകളുടെ ആരോഗ്യ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, ആ രീതിയിൽ തന്നെ അതിനെ സമീപിച്ചുകൊണ്ടുള്ള ഒരു അത് ആരോഗ്യ ഇൻഷുറൻസിന്റെ പറയുമ്പോൾ നമ്മൾ അക്കാദമിക് പ്രസന്റേഷൻ്റെത് ഒരു വശമായിരിക്കാം. പക്ഷെ അത് ആരംഭിക്കുന്നത് ഇപ്പൊ പലപ്പോഴും മറ്റു പല പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ നാട്ടിൻപുറത്തുള്ള പല ആളുകൾക്കും ഇതുപോലെ ഇൻഷുറൻസിൽ പിന്നെ കവർ ചെയ്യേണ്ടവരാണെങ്കിലും അവർ കവർ ചെയ്തിട്ടുണ്ടാവില്ല. കവർ ചെയ്തിട്ടാണെങ്കിൽ തന്നെയും അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും അത് ലഭ്യമായിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഏത് വിഷയത്തെയും ജനങ്ങളിൽ നിന്ന്, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളിൽക്ക് അത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ള രീതിയിൽ അതിനെ സമീപിച്ചിട്ട് പിന്നെ മറ്റേത് എല്ലാവരും പറഞ്ഞതിനോട് പൊതുവെ യോജിക്കുന്നു. അത് പിന്നെ ആ പെർസ്പെക്റ്റീവുകളൊക്കെ അത് അതിനകത്ത് ഉണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, ഇത് എങ്ങനെയാണ് ഇതിനെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ 10-15 വിഷയങ്ങള് ഇപ്പൊ തന്നെ പരാമർശം വന്ന വിഷയങ്ങള് അങ്ങനെ ക്രോഡീകരിച്ചിട്ട് അതിന് ഓരോന്നിനെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രവർത്തന പരിപാടിയായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മൊത്തത്തിൽ ഇതെങ്ങനെയാന്നുള്ളതിനെ കുറിച്ചും ഒരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് അങ്ങനെ. ഹലോ, ജഗദീശൻ പറഞ്ഞു കഴിഞ്ഞു? പറഞ്ഞു കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നു. വിഷയത്തിന്റെ പല വശങ്ങളും നിങ്ങളൊക്കെ സംസാരിച്ചില്ല. ഞാൻ അതിലേക്ക് ഡോക്ടർ ജഗദീശൻ പറഞ്ഞാൽ ആദ്യത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണോ. നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പറയുമ്പോൾ ഇപ്പൊ ശിശുമരണ നിരക്ക് അല്ലെങ്കിൽ കുടിവെള്ള ലഭ്യത ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും ടോട്ടലായിട്ടാണ് എടുക്കുന്നത്. ശരിക്കും നല്ലൊരു ഇതിൽ വേണ്ടെങ്കിൽ പിന്നെ ഇക്വിറ്റിയോടെ ഇത് നോക്കുമ്പോൾ നമ്മൾ പിന്നെ ഇപ്പൊ ആദിവാസി ജനവിഭാഗങ്ങളിൽ, മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഇവരുടെയും കൂടെ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ നഗരത്തിനും ഗ്രാമം അങ്ങനെ സെഗ്രിഗേറ്റഡ് ഡാറ്റ എടുത്തിട്ട് അതിനെ പറ്റി പഠിക്കണമായിരിക്കും നല്ലത്. കുടിവെള്ളത്തിന് ലഭ്യതയായാലും അല്ലെങ്കിൽ ശിശുമരണ നിരക്കായാലും വട്ടപ്പാടി പോയിട്ട് 2 വ്യത്യാസം ഉണ്ടാകുന്നിട്ട് കാണുന്നത്.
പല ആൾക്കാർക്കും അനാലിസിസ് സ്റ്റഡീസിൽ അങ്ങനെയാണ് കാണുന്നത്. ഒന്നിച്ച് പറയുമ്പോൾ വലിയ ഇത് ആവറേജ് ആയിരിക്കും കാണും. പക്ഷെ ഭയങ്കരമായിട്ട് കേരളത്തിൽ തന്നെ ആഫ്രിക്ക ആണെന്ന് പറഞ്ഞ ആദിവാസി മേഖലകൾ. അപ്പൊ അതുപോലെ സെഗ്രിഗേറ്റഡ് ചില ആളായിട്ട് അവിടുത്തെ ഡാറ്റ കളക്ട് ചെയ്യോ അല്ലെങ്കിൽ പഠനങ്ങളിലുള്ള സെക്കൻഡറി ഡാറ്റ എടുത്തിട്ടോ അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് പറയുന്നത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഹലോ, ഇനി ഡോക്ടർ കുര്യാക്കോസിന്റെ പേരാണ്. കുര്യാക്കോസ് സംസാരിക്കാനില്ലേ? കുര്യാക്കോസ്, ഹലോ, ഇത് ഡോക്ടർ പ്രസീദ എന്നുള്ള പേരാണ്. സംസാരിക്കുന്നുണ്ടോ ഡോക്ടർ പ്രസീദ? ജോ എന്നൊരു പേരാണ്. ജോ സംസാരിക്കുന്നുണ്ടോ? പ്രസീതയാണ്. ഓ, സംസാരിച്ചു. എനിക്ക് ജഗദീശൻ സാർ പറഞ്ഞ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു. സാർ അത് പറഞ്ഞത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ ഹെൽത്ത് കെയർ. അപ്പൊ നമ്മൾ ഈ പൊതുജനാരോഗ്യം അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എന്നുള്ള കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഹൂ ഇസ് പബ്ലിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ ഈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന്റെ നീഡ്സ് അതിനകത്ത് പബ്ലിക്കിന്റെ ഡിസ്കോഴ്സിന് അതിനകത്ത് എത്രത്തോളം അവരുടെ നീഡ്സ് വരുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഹെൽത്ത് കെയർ ആക്സസിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും ക്വാളിറ്റി ഹെൽത്ത് കെയർ ആക്സസ് അവർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും. അതായത് പ്രൈവറ്റ് മേഖലനെ മിക്കവാറും നേരത്തെ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു, അറൌണ്ട് 70% ഓഫ് ഹെൽത്ത് കെയറും കേരളത്തില് പ്രൈവറ്റ് മേഖലയിലുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർക്ക് എത്രത്തോളം ക്വാളിറ്റി കെയർ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത്, ഇനി പബ്ലിക് സെക്ടർ തന്നെ ആണെങ്കിലും അവർ കെയർ ആക്സസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് കെയർ ആക്സസ് ചെയ്യാൻ മടി തോന്നുന്നത്? നമ്മുടെ പബ്ലിക് സെക്ടറിൽ അവർക്ക് കെയർ ആക്സസ് ചെയ്യാൻ മടി തോന്നുന്നതിന്റെ ഒരു കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി ട്രൈബൽ മേഖലയിലൊക്കെയുള്ള എംഒമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇവർക്ക് ആവശ്യമില്ല ഇതൊന്നും, ഇവർക്ക് ഇതിനകത്ത് താല്പര്യമില്ല, ഇവർക്ക് അല്ലെങ്കിൽ വിവരമില്ല, അതുകൊണ്ട് ഇവർക്കൊന്നും വേണ്ട, ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി കുറെ കാശ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവർക്കൊന്നും വേണ്ട എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ആ ഒരു കൺസ്യൂമറിന്റെ പെർസ്പെക്റ്റീവ് നിന്ന്, ആ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീന്റെ പെർസ്പെക്റ്റീവ് നിന്ന് നമ്മൾ ഹെൽത്ത് കെയർ നീഡ്സിനെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചോ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച ഇതിന്റെ ഭാഗമാവുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. ഓക്കെ, പ്രസിദ്ധ പറഞ്ഞ് അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ജോ എന്ന പേരുണ്ട്. ജോ ആരാണ്? ജോ അറിയുന്നില്ല. ജോ സംസാരിക്കുന്നുണ്ടോ? ഡോക്ടർ സനിൽകുമാർ ഉണ്ട്. സനിൽകുമാർ, കുര്യാക്കോ സംസാരിക്കുന്നുണ്ടോ? ഉത്തരം സംസാരിച്ചില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ജയകൃഷ്ണൻ ഡോക്ടർ. ഓക്കെ, പറഞ്ഞു. അല്ല, ഡോക്ടർ ജഗദീശൻ പറഞ്ഞപ്പോ ഓർത്താണ്. പിന്നെ ഈ ലോക്കലിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് നല്ലൊരു കൺസെപ്റ്റാണ്. നമ്മൾ ആളുകളിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളത്. അപ്പൊ ഈ ലോക്കൽ ലെവലിൽ ഈ വരുന്ന ഈ നമ്മുടെ സബ് സെന്ററുകൾ, ഈ വെൽനസ് സെന്റർ എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആശാ വർക്കേഴ്സോ മറ്റ് JPHN അതുപോലെയുള്ളവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരാണല്ലോ ഏറ്റവും കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും അടുത്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർക്കും ഈ പറഞ്ഞ നമ്മൾ ഒരുപാട് ഡേറ്റ എടുക്കലും ഡേറ്റ റിപ്പോർട്ടിങ്ങും എന്താ പറയുക, ആ സിസ്റ്റത്തിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ ജനങ്ങളുടെ നീഡ് ഫുൾഫില്ല് ചെയ്യുന്നിടത്ത് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് എങ്ങനെയാണ്? അത് ശരിക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ അറിയുകയും നമുക്ക് കിട്ടുന്ന ഡേറ്റ അവിടെ തന്നെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിന് പകരം ഈ സിസ്റ്റത്തിൽ എപ്പോഴും ഈ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കോട്ട അങ്ങനെയുണ്ടല്ലോ, ഇത്ര തീർക്കുക എന്നുള്ളത്, അത് നമ്പർ എടുക്കുകയും അത് റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബേർഡനാണ്. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നുമില്ലല്ലോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പൊ വീടുകളിൽ തന്നെ എപ്പോഴും കയറി ചെല്ലുമ്പോൾ വീട്ടുകാർ തന്നെ ചെയ്ത് എന്തിനാണ് വരുന്നത് എന്നുള്ള തരത്തിൽ അവർക്കും അതൊരു ഉപയോഗമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അതേസമയം ഹെൽത്ത് വർക്കേഴ്സിനാണെങ്കിൽ ഇത് ഭയങ്കര ഒരു ബേർഡനാണ്, ഓവർ വർക്കാണ് വരുന്നത്. അപ്പൊ ഈ നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റംസ് തന്നെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി നമ്പർ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് ബാരിയേഴ്സ് കണ്ടുപിടിക്കാനും അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനും തരത്തിലുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള തരത്തിലേക്ക് ലോക്കലായിട്ട് തന്നെ ഇത് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള തരത്തിലേക്ക് മാറേണ്ടതുണ്ട്.
ഈ കണക്കുകൾ എടുക്കുക റിപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ വന്നൊരു കാര്യം, ഈ JPSന്മാർക്കൊക്കെ രാത്രി വരെ ഇരുന്ന് ഈ ഡേറ്റ ഫില്ല് ചെയ്യൽ അവരുടെ മെയിൻ ജോലി ഇപ്പോൾ ഡേറ്റ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ഡേറ്റയിൽ നിന്ന് എന്തുണ്ടാകുന്നു, ഈ ലോക്കൽ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ട് എന്നുള്ളത് നോക്കുന്നില്ല. സിസ്റ്റത്തിന്റെ അങ്ങനത്തെ വലിയൊരു പ്രശ്നമുണ്ട്. ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളപ്പോഴും, നമുക്ക് പുതിയ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജുകൾ ഉള്ളപ്പോഴും അതിനെ ഒരു ക്വാളിറ്റേറ്റീവായിട്ട് പരിവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ജനങ്ങളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഡോക്ടർ ജഗദീഷ് പറഞ്ഞ ഒരു ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ആളുകളുടെ പെർസ്പെക്റ്റീവ് തന്നെ എനിക്കിപ്പോ ജയശ്രീ പറഞ്ഞപ്പോ വന്ന ഒരു ഇതാണ്, നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം ഹെൽത്തിലും എല്ലാം ഡീസെൻട്രലൈസേഷനിലോട് കൂടിയാണ് ഉണ്ടായത്. ശരിക്കും ഹെൽത്ത് സെന്റർ നമ്മുടെ ഓണർഷിപ്പ് ഒക്കെ വന്നത്. അപ്പൊ LSGയുടെ അവരുമായിട്ടുണ്ടല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് ആരോഗ്യക്ഷേമകാര്യ ചെയർമാൻമാർ അവരൊക്കെ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്താൽ കുറെ കാര്യങ്ങൾ അതിനായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നു. ഇതിന്റെയൊക്കെ ഫണ്ട്, ലോക്കൽ ഇഷ്യൂസ്, പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ് അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടൊക്കെ കുറെ ഇവോൾവ് ചെയ്ത് വരാൻ പറ്റുന്ന തോന്നുന്നത്. അല്ലെ പ്രാഥമിക തലത്തിലുള്ള GP നടത്തുന്നതായിട്ട് പിന്നെ ഡോക്ടർമാർ, പ്രാഥമിക കാര്യത്തിലെ മെഡിക്കൽ ഓഫീസേഴ്സ്, നഴ്സുമാർ, ഇവരോടും പ്ലസ് രോഗത്തിനെ മാറ്റി നിർത്തിയിട്ട് ആരോഗ്യത്തിനെ പറ്റി പറയാൻ പറ്റില്ല. രോഗികളുമായിട്ടുള്ള ഇന്റർവ്യൂസ്, ഈ സെന്ററുകളിൽ പോകുന്ന സേവനങ്ങൾ കിട്ടുന്ന ഡിഫറൻസ് സ്ഥലത്തുള്ള അവരൊക്കെ ആയിട്ടുള്ള അതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത് കുറെ കാര്യങ്ങളൊക്കെ. ഹലോ, ഇനി കേരളീയത്തിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ ഇതിനെ കുറിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഡോക്ടർ ആരെങ്കിലും വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ ലിസ്റ്റ് കണ്ട പേരറിയുന്ന എല്ലാവരും ഒരു റൗണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംസാരിക്കുന്നത് പറഞ്ഞിട്ട് സംസാരിച്ചതില്ല. ഞാൻ ഇതിനകത്ത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലെ ആദിവാസി തീരദേശ മേഖലയിലൊക്കെ സ്പെഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് ജഗദീഷ് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പം ഈ ആരോഗ്യത്തിന്റെ പോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ചില പരീക്ഷണങ്ങൾ ഇത്തരം ഊരുകളിൽ, ആദിവാസി ഊരുകളിലൊക്കെ നടന്നുണ്ട്. അതായത് കമേഴ്ഷ്യലായിട്ട് വിദ്യാഭ്യാസത്തിന് പാരലായിട്ട് തന്നെ അവരുടേതായ ഒരു രീതിയുണ്ട്. അവരെ ആചാരാനുഷ്ഠാനങ്ങൾ, അവരെ വിശ്വാസങ്ങൾ, ഇതിൽ നിന്നുകൊണ്ടുള്ള ചില വിദ്യാഭ്യാസ പരീക്ഷണങ്ങൾ അട്ടപ്പാടിയൊക്കെ വിജയിച്ചു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ആരോഗ്യ മേഖല ഇത്തരം കമ്മ്യൂണിറ്റികളിൽ അത്തരത്തിലുള്ള ഒരു ഇന്റർവെൻഷൻ നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടി അവരുടെ ഇടയിലേക്ക് കൂടുതൽ എത്താൻ സാധ്യമാകുമെന്നുള്ളതാണ്. അങ്ങനത്തെ അത്തരം ഒരു പൈലറ്റ് ഒരു പ്രോജക്റ്റ് നമുക്ക് ഏതെങ്കിലും പിന്നെ ആദിവാസി മേഖലകളിൽ നടത്തിയിട്ട് അവർ പിന്നെ മെല്ലെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാൻ രീതിയിലുള്ള ഒരു ആലോചന അങ്ങനെ ഇതുവരെ നടന്നിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അങ്ങനെ നടന്നത് അത് വളരെ സക്സസ് ആവുകയായി കേട്ടിട്ടുണ്ട്. അത്ര ആലോചന പങ്കുവെക്കാൻ. ഓക്കെ സനിൽകുമാർ, ഇത് നമ്മുടെ ഈ ഡിസ്കസ് ചെയ്യുന്നത് കേരളീയം വെബ് മാഗസിന് വേണ്ടിയിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതിൽ എന്താണ് വെല്ലുവിളി ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളതാണത്. അപ്പൊ അങ്ങനെ മോഡൽസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇതൊക്കെ രേഖകൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് സക്സസ്, അതിന്റെ ഫെയിലർ, അതൊക്കെ അടയാളപ്പെടുത്താൻ പറ്റുന്നതെന്ന് തോന്നുന്നു. നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണ കാര്യമാണല്ലോ. മുമ്പ് കാലത്ത് ഏറ്റവും 2-3 ദശകങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത് പോഷകാഹാര കുറവിന്റെ പ്രശ്നമാണ്. ഇപ്പൊ പോഷകാഹാര കുറവ് എന്നുള്ളത് വളരെ കുറച്ച് മേഖലയിലാണ് ഉള്ളത് കാര്യമായിട്ട്. ഇപ്പൊ ഓവർ ന്യൂട്രീഷനാണ്, തെറ്റായ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഓവർ ന്യൂട്രീഷന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ കേരളത്തില് ഏറ്റവും കൂടുതൽ ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെയുള്ളത്, ഇപ്പൊ ഡയബറ്റീസ് ആയാലും പ്രമേഹം, ക്യാൻസർ, പ്രഷർ ആയാലും അതിന് വലിയൊരു കാരണം ഭക്ഷണത്തിന്റെ ശീലമാണ്. അപ്പൊ നമ്മള് കേരളത്തിലെ ഈ ആരോഗ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഭക്ഷണശീലങ്ങളെ കുറിച്ച് പഠിക്കേണ്ടി വരും. പുതുതായിട്ടുള്ള ചേഞ്ച് ആയിട്ടുള്ള ഫുഡ് കൾച്ചർ, ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഹൈ സാൾട്ട്, ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ ഡയറ്റ് ആണല്ലോ ഇപ്പൊ ഫുഡ് കഴിക്കുന്നത്. അതിനെക്കുറിച്ചും അതിന്റെ സൈഡ്സിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ കൂടുതലും കൂടെ പഠനത്തിന്റെ ഭാഗമാക്കുന്നത് വരുമെന്ന് എനിക്ക് തോന്നുന്നു. കൃഷിയെ പറ്റി പോകേണ്ടി വരും. ഇപ്പൊ കൂടുതൽ ആലോചിക്കുന്നതോറും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതാണ്. ഇപ്പോൾ ഭക്ഷണം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് കൾച്ചർ എന്നുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അല്ല എങ്ങനെയാണ് ശരിയായ ദിശ എന്നുള്ള കാര്യത്തില്, ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോഡിയം എന്നുള്ള കാര്യത്തിലൊക്കെ. പിന്നെ മെന്റൽ ഹെൽത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ലേ? മെന്റൽ ഹെൽത്ത് വലിയൊരു ഏരിയ ആണ്. മെന്റൽ ഹെൽത്തിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത് ഒരുപാട് അതിനകത്ത് വരുന്നുണ്ട്. ഡിപ്രഷൻ വളരെ കൂടുതലാണ്, സൂയിസൈഡ് വളരെ കൂടുതലാണ്, അതിനകത്ത് ജെൻഡർ ഡിഫറൻഷ്യൽസ്, ആൽക്കഹോളിന്റെ പ്രശ്നങ്ങൾ, മറ്റ് ഡ്രഗിന്റെ, അങ്ങനെ മെന്റൽ ഹെൽത്ത് കേരളത്തിലെ വലിയൊരു പ്രതിസന്ധിയായിട്ട് തന്നെ
ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേരളീയത്തിന്റെ ഒരു രീതി വെച്ചിട്ട് നമുക്കിപ്പോ തീമാറ്റിക് ഏരിയകൾ ഒരുപാട് പറഞ്ഞു, പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം തോന്നുന്നു. കേരളം ജഗദീഷ് ഫോണിലാണോ സംസാരിക്കുന്നത്? റേഞ്ച് കുറവാണ്, ഭയങ്കര മുന്നോട്ട് വലിഞ്ഞിട്ടാണ് കേൾക്കുന്നത്, റാഗ് ചെയ്ത് കേൾക്കുന്നത്. റേഞ്ചുള്ള സ്ഥലത്ത് പോകാൻ പറ്റുമോ? അത്ര ക്ലിയർ അല്ലാത്തത് മീറ്റിംഗിലൂടെ എന്താണ് ഇതിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് അത്ര ക്ലിയർ അല്ല. അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ട് എങ്ങനെയാണ് ആലോചിക്കുന്നതെന്നും അങ്ങനെ ജഗദീഷ്, എനിക്ക് തോന്നുന്നത് കേരളീയം ഇതൊരു ബ്രെയിൻ സ്റ്റോമിംഗ് ഇതായിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ ഒരു ചർച്ചയാണിത്, ഞാനടക്കം ആദ്യമായിട്ടാണ് ഉള്ളത്. അപ്പൊ കുറെ ഐഡിയാസ് ഇവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ട് ദേ വിൽ ഫോർമുലേറ്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. അവരുടെ എഡിറ്റോറിയൽ ടീം ഇങ്ങനെ കൊണ്ടുപോകണം, ഈ ആശയങ്ങൾ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള പ്രാക്ടിക്കലായിട്ടും അല്ലെങ്കിൽ മോസ്റ്റ് നീഡഡ് ആയിട്ടുള്ളതും അങ്ങനെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രാഥമിക മീറ്റിംഗ് മാത്രമായിട്ടാണ് നടത്തുന്നത്. ഒരു കാര്യം കൂടി പറയാമോ? പറഞ്ഞോളൂ പ്രസീദ്, പറഞ്ഞോ. ഒരു കാറ്റഗറി എനിക്ക് പേഴ്സണലി റെലവെന്റ് ആയതും കൂടിയാണ് കുട്ടികളുടെ ഹെൽത്തിന്റെ ഒരു കാര്യമായിരുന്നു. ഇപ്പൊ നമ്മൾ എപ്പോഴും സ്ക്രീൻ ടൈം ഇൻക്രീസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയും, പക്ഷെ അതിന് ആ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് പിന്നെ പാരന്റ്സിന് എന്താ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമുക്കില്ല. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസുകൾ നമുക്ക് ഭയങ്കര കുറവാണ്. അപ്പോൾ അത്തരത്തിൽ അതായത് ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ ലെവലിൽ നിന്നുകൊണ്ട് ഹെൽത്ത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ, ഒരു ഹെൽത്തി ഫ്യൂച്ചറിനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഹലോ, പറഞ്ഞോട്ടെ. പറഞ്ഞു ചുരുക്കി പറഞ്ഞോളൂ. വൈൻഡപ്പ് ചെയ്യേണ്ടിരുന്നു. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാറായോ? എന്നാ പിന്നെ പിന്നെ സംസാരിക്കാം. കേരളീയം അല്ല, ഇതിലിപ്പോ നമ്മളുടെ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് തന്നെയാണ് പ്രധാനം. കാരണം എന്ന് വെച്ചാൽ കേരളീയം ഉദ്ദേശിച്ചത് കേരളം നേരിടുന്ന വെല്ലുവിളികളാണോ, ഇനി അതിലുള്ള പുതിയ സജഷൻസ് ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇതെല്ലാം എന്നും കേരളം നേരിടുന്ന വെല്ലുവിളികളായിട്ട് തന്നെ തുടരുന്നതാണ്. അപ്പോ അതിലേക്കായി പുതിയ എന്തെല്ലാം നിർദ്ദേശങ്ങളാണോ അല്ലെങ്കിൽ എന്തെല്ലാം സാധ്യതകളാണോ നമുക്കിപ്പോൾ പുതിയതായിട്ട് ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2018 ശേഷം അല്ലെങ്കിൽ 2017 ശേഷമൊക്കെ പുതിയ കുറെ കാര്യങ്ങൾ വന്നു. ജഗ്ഗു സൂചിപ്പിച്ച പോലെ ആർദ്ര മിഷനൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ തന്നെ വീഴ്ചകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കേരളം കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദശകത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടും ആ മാറ്റങ്ങളിലൊന്നും വേണ്ടത്ര ഒരു ഫലം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടണം എന്നുള്ള രീതിയിലുള്ള കാഴ്ചയാണോ കേരളീയം കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഇതുണ്ട്. എനിക്കും ഈ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ വീണ്ടും അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഈ പൊളിറ്റിക്കൽ എക്കണോമി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ഇക്വിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യും. ഇപ്പോൾ ആദിവാസി മേഖല എടുത്ത് നോക്കിയാലും നമ്മുടെ കോസ്റ്റൽ ഏരിയ എടുക്കുമ്പോഴൊക്കെ ഇക്വിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് അതിൽ പ്രതിഫലിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള കാഴ്ചകൾ കൊണ്ടുവരേണ്ടതുണ്ടോ ഇപ്പോൾ? കാരണം എക്കണോമി വലിയ ഇമ്പോർട്ടൻ്റ്, കമ്പോള സമ്പൽ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രമാത്രം ഇതിനെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും അത് എവിടെ വരെ എത്തി നിൽക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കൾച്ചറൽ ചേഞ്ചസ് ഓഫ് കോഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിന് സാധ്യതകളുണ്ട്. പക്ഷെ മറ്റുള്ള ഘടകങ്ങളൊക്കെ എത്രമാത്രം മാറ്റപ്പെടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ കേരളം നേരിടുന്ന വെല്ലുവിളികളിൽ ഈ ഏത് ആസ്പെക്റ്റിലാണോ കേരളീയം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ നിലയ്ക്കാണ് ചർച്ച കൊണ്ടുവന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ നമുക്ക് കഴിയും ഒരു പക്ഷേ. ഓക്കെ, കേരളത്തിന്റെ പ്രതിനിധികളാരും സംസാരിക്കാൻ എഡിറ്റോറിയൽ കേരളീയം യു വാണ്ട് ടു ഹിയർ ഫ്രം യുവർ സൈഡ്. ഓക്കെ, ഞാൻ വേറെ ആരെങ്കിലും പറയണില്ലെങ്കിൽ ഞാൻ പറയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോ നമ്മൾ ഈ വിഷയം ആലോചിക്കുമ്പോൾ വന്ന മിക്ക കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പല സംശയങ്ങളും ഒക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുകയും
ഒരു ക്ലാരിറ്റി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ടോ എന്ന് അറിയാനായിട്ട് 1-2 കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യട്ടെ. ഒന്ന്, ചർച്ചയിൽ വരാതിരുന്ന കാര്യമായിട്ടൊന്ന് തോന്നിയത് ഈ കേരളത്തിലെ ഈ ജന്തുജന്യ രോഗങ്ങളുടെ ഒരു വർധനവ് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ ഇന്നും ഒരു നിപ ഔട്ട്ബ്രേക്ക് ഉണ്ടായതായിട്ട് ഒരു വാർത്ത നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ ഇപ്പൊ വൺ ഹെൽത്ത് എന്നൊരു അപ്രോച്ച് കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്, കേരളം എങ്ങനെയാണ് ആ ഒരു ഭീഷണിയെ നോക്കിക്കാണേണ്ടത് എന്നുള്ള ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? അത്തരത്തിലൊരു അന്വേഷണം, ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ള അന്വേഷണം അതിനകത്ത് നടത്തുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ ഒരു അപ്രോച്ച് എന്നുള്ളൊരു കാര്യം എന്നൊരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കോവിഡാനന്തരം കേരളത്തിന്റെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു അസസ്മെന്റ് എന്താണ്? അത് ഇപ്പൊ പലതരത്തിലുള്ള സംശയങ്ങളും അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം പല പ്രശ്നങ്ങളും ആളുകൾക്ക് കോവിഡിന് ശേഷം അഭിമുഖീകരിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വ്യക്തതയുള്ള ഒരു അഭിപ്രായം നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കോവിഡാനന്തരം കേരളത്തിന്റെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം അതിനകത്ത് ജേർണലിസ്റ്റിക് ഇന്റർവെൻഷൻ നമുക്ക് എങ്ങനെയായിരിക്കാം നടത്താൻ കഴിയുമെന്നുള്ളൊരു സംശയം ഉണ്ട്. പിന്നെ മാനസികാരോഗ്യത്തിന്റെ കാര്യം ഡോക്ടർ ജയശ്രീ പറഞ്ഞു. പിന്നെ അതുപോലെ ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യം പലരും ഇവിടെ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഈ ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്നതിനായിട്ട് ഇപ്പൊ കേരളത്തിൽ പല രീതിയിലുള്ള പ്രാക്ടീസുകളും നടക്കുന്നുണ്ട്. ഇപ്പൊ അതിനകത്ത് ഇപ്പോ ഈ ജിംനേഷ്യം പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും അത് പലപ്പോഴും ആരോഗ്യപരമല്ലാത്ത പല ഇന്റർവെൻഷൻസും കാരണം വീണ്ടും മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ വാർത്തകളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു വാണിജ്യ താല്പര്യങ്ങൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അത്തരം അന്വേഷണങ്ങൾ നമ്മളുടെ ഇതിന്റെ പരിധിയിലേക്ക് വരണോ എന്നുള്ള ഒരു കാര്യം, ഒരു ചോദ്യമായിട്ടുണ്ട്. അതുപോലെ ഈ ആരോഗ്യ ചെലവുകളുടെ വർധനവിനെ കുറിച്ച് ചർച്ച വന്നു. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ വർഷം ഒരു വാർത്ത വായിച്ചിരുന്നു, കേരളത്തിലേക്കുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ ഒരു മൂലധന നിക്ഷേപം വലിയ രീതിയിൽ കൂടിയതായിട്ട്. എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള കുറെ ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളൊരു വാർത്ത വായിച്ചിരുന്നു. അപ്പൊ ഇത് വീണ്ടും ഈ ആരോഗ്യ ചിലവുകളുടെ ഒരു വർധനവിന് കാരണമായിട്ട് മാറുമോ? അപ്പോൾ ആ ഒരു ഏരിയയിലും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ടോ എന്നുള്ള ചില സംശയങ്ങളാണ് ഇപ്പോൾ ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന് പറയാനുള്ളത്, ഈ വൺ ഹെൽത്ത് ഉണ്ടല്ലോ, നിപ്പ ഇതുപോലത്തെ രോഗങ്ങള്, അത് നമ്മൾ പരിസ്ഥിതി ഇഷ്യൂലേക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ അതിന്റെ കാര്യങ്ങളൊക്കെ കൂടെ ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തോന്നുന്നു. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ ഉള്ളത്. നമ്മുടെ വനനശീകരണം അല്ലെങ്കിൽ അതുകൊണ്ടല്ല ബാലൻസ് ആയിട്ടതുകൊണ്ട് ഈവൻ ഇൻക്രീസ് ഡോഗ് ബൈറ്റ്, ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ അത് വൺ ഹെൽത്തിന്റെ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ വൺ ഹെൽത്തിലേക്ക് എത്തുന്നത് അത് ഓട്ടോമാറ്റിക്കലി എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറഞ്ഞത് ഇപ്പൊ ഉണ്ടല്ലോ ഇങ്ങനെ ഈ ജീവിതശൈലി രോഗങ്ങൾ കമേഴ്ഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടായത് സുംബ ഡാൻസിന്റെ പ്രശ്നം തന്നെ. അത് നേരത്തെ ജയശ്രീ പറഞ്ഞ പൊളിറ്റിക്കലും റിലീജിയനായിട്ട് മാറുക ചെയ്തത്. ശരിക്കും മാനസികോല്ലാസത്തിനും ഫിസിക്കൽ ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ടാണെങ്കിൽ സുംബ ഡാൻസ് തന്നെ വേണം എന്നുള്ള പ്രശ്നം. സുംബ ഡാൻസ് ദാറ്റ് വിൽ ഗീവ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് മാനസികോല്ലാസം. അപ്പൊ സുംബ തന്നെ വേണോ, അല്ലാതെ എന്തൊക്കെ രീതികളുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അതിന്റെ അകത്ത്. മാനസികോല്ലാസം നമുക്ക് പല നൃത്ത രൂപങ്ങളുണ്ട്, ഒന്ന് ചെയ്യാവുന്ന പല കളികളുണ്ട്, അതുപോലെ. അപ്പൊ ഇതിലൊരു കമേഴ്ഷ്യലൈസേഷൻ ഉണ്ടായിട്ട് പറഞ്ഞു. സുംബ ട്രെയിനേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഭാരത വിചാര കേന്ദ്രം ഇറങ്ങിയിരിക്കുന്ന സർക്കുലറിൽ കാണുന്നത് ഇതുകൊണ്ട് യോഗ ട്രെയിനേഴ്സിന് ജോലി നഷ്ടപ്പെടുന്ന. സുംബ വരുന്നതോട് സുംബ ട്രെയിനേഴ്സ് രംഗപ്രവേശം ചെയ്തു. അപ്പൊ ഇപ്പോഴുള്ള ഹെൽത്തിലെ ബേസിക് ആയിട്ടുള്ള ഇത് ഏത് കാര്യം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു കമേഴ്ഷ്യലൈസേഷൻ ഉണ്ടെന്നാണ്. കമേഴ്ഷ്യൽ താല്പര്യങ്ങളാണ് എല്ലാറ്റുള്ളത്. അതിനെ ഒന്ന് അഡ്രസ് ചെയ്യേണ്ടി വരും. ഇത് മാത്രം എല്ലാറ്റിലും ഏത് ഇന്റർവെൻഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ കമേഴ്സ് ആയ എലമെന്റ് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ അതിലൂടെ ആ ടച്ച് ആയിട്ട് അതും കൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിടപെടലാറ്റം പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ വൺ ഹെൽത്തും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ അതിന്റെ അത് വല്ലാണ്ടൊരു ഇപ്പം പിന്നെ വർക്കൗട്ട് പിന്നെ ഈ ജിമ്മുകളൊക്കെ ഇതിന്റെ പേരിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതും ഒരു ഭാഗമാണ്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് ഏതാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യത്തില്. അതാണുള്ളത് പറയാം. പോസ്റ്റ് കോവിഡിന്റെ അല്ല, പോസ്റ്റ് കോവിഡിന്റെ ഉദ്ദേശിച്ച് പോസ്റ്റ് കോവിഡ് എന്ന് വെച്ചാൽ കോവിഡ് ശരിക്കും നമ്മുടെ കാലത്തിന് രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ ഇപ്പൊ യൂട്യൂബ് നമ്മുടെ കൾച്ചറിനെ കംപ്ലീറ്റ് മാറിപ്പോയിട്ടുണ്ടല്ലോ, കംപ്ലീറ്റ് ജീവിതം തന്നെ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് കൂടുതലായിട്ട് വന്നത്. അപ്പൊ പോസ്റ്റ് കോവിഡിന്റെ അതിനെക്കുറിച്ച് ചില മരുന്നുകൾ വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ കാര്യങ്ങളുണ്ട്. പോസ്റ്റ് കോവിഡിന്റെ ഉദ്ദേശം എന്താണോ മനസ്സിലായിട്ടില്ല. അതിന്റെ പരിണിത ഫലങ്ങളായിട്ടാണോ മറ്റേ ഇപ്പൊ ഏതൊരു വലിയൊരു പാൻഡമിക് ഉണ്ടായാലും അതിനെ തുടർന്ന് ഇപ്പൊ ഓൾഡ് ഏജിലുള്ളവർക്കൊക്കെ ഡിറ്റീറിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പല ന്യൂമോണിയ ഉണ്ട്, അതിന് ബാധിച്ചവർക്ക് അങ്ങനെയുള്ളതാണ്. അതിനെക്കുറിച്ചും നമുക്ക് പഠനങ്ങൾ നമ്മുടെ അന്വേഷണത്തിൽ അത് ഉൾപ്പെടുത്താം എനിക്ക് പറയാം. അതങ്ങനെ പറയാനുള്ളൂ, പെട്ടെന്ന് പറയാനുള്ളത്. നമ്മുടെ ഒരു ജേർണലിസ്റ്റിന്റെ പരിധിയിൽ അങ്ങനെ കൊണ്ടുവരുമെന്ന് അറിയില്ല.
അതിപ്പോ ഉള്ളവരെ വെച്ചിട്ടോ അല്ലെങ്കിൽ കോവിഡ് സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായ അല്ലെങ്കിൽ അതിന് ചികിത്സിച്ചിട്ട ആൾക്കാരുണ്ടല്ലോ, ഡോക്ടർമാരുടെ സൈഡും രോഗികളുടെ സൈഡും വേണമെങ്കിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് അതിന്റെ എന്തൊക്കെയാണോ അതിന്റെ ഇമ്പാക്ട് എന്ന് നോക്കാം. അതിൻ്റെ അകത്ത് അവർക്ക് അതിനുശേഷം ഉണ്ടായ പ്രത്യാഘാതങ്ങൾ, ശാരീരികപരമായ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ, സാമ്പത്തികപരമായിട്ട് പ്രത്യാഘാതങ്ങൾ, തൊഴിൽപരമായ ജോലി നഷ്ടപ്പെടൽ, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് തോന്നുന്നു. പോസ്റ്റ് കോവിഡിന്റെ കാരണം അത് മൊത്തം മനുഷ്യന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിച്ചു ജഗദീഷ് വളരെ ഡ്രാഗായിട്ടാണ് കേൾക്കുന്നത്. നമ്മളെ കാര്യത്തിൽ വളരെ വീക്കാണ് അത്തരം. ഞാൻ കേട്ടില്ല ഡോക്ടർ ജയതീഷ് പറഞ്ഞ പോസ്റ്റ് കോവിഡിൽ ഈ മെന്റൽ ഹെൽത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച്, അല്ലെങ്കിൽ കുട്ടികളും വലിയവരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ടീച്ചേഴ്സും പേരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ മെന്റൽ ഹെൽത്ത് കുറച്ച് ഏരിയാസ് അതിനകത്ത് വരാം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ കമേഴ്സ്യലൈസേഷന്റെ പറയുമ്പോൾ നമ്മൾ കമേഴ്സ്യലൈസേഷൻ എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഹബ്ബോ അങ്ങനെയൊക്കെ ഒരു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടെ ആൾക്കാർ വന്ന് ചികിത്സിക്കുന്നത്, അതൊക്കെ ഉണ്ടാകും എന്തായാലും അതിൽ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളിതിനെ ബ്ലൈൻഡായിട്ട് എതിർക്കുന്നതുകൊണ്ട് കാര്യമില്ല, പലപ്പോഴും അങ്ങനെയാണ് എല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ അവിടെയാണ് വീണ്ടും ഞാൻ റെഗുലേഷൻ എങ്ങനെ കൊണ്ടുവരാന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീണ്ടും ഇപ്പൊ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് തനിയെ വേണമെന്നില്ല, പക്ഷെ ഈ റെഗുലേഷനാണ് അതേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. നമുക്ക് എന്തായാലും കമേഴ്സ്യലൈസേഷൻ ഉണ്ടാകും. അപ്പൊ അതിൽ ഈ ലാബുകളുടെ കാര്യം ഇതുപോലെ ഉള്ളൊരു പ്രശ്നം. ഇപ്പൊ എല്ലാവരും ആളുകൾ ചെയ്യുന്ന വെച്ചാൽ നേരെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ പോവുക, അങ്ങനെയൊക്കെയാണ്. അത് എല്ലാം ഇങ്ങനെ അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഹെൽത്തിനെ കുറിച്ചുള്ള ഇത്, പിന്നെ എന്താണ് വ്യായാമങ്ങളുടെ ഇത്, അതെല്ലാം ഒരുപാട് ഇങ്ങനെ ഒന്നാമത് സോഷ്യൽ മീഡിയയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു കൺട്രോളും ഇല്ലാതെ ആർക്കും എല്ലാം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ലാബറട്ടറികൾ പ്രത്യേകിച്ച് ഒരുപാട് ലാബറട്ടറികളുണ്ട്, കേരളത്തിൽ മാത്രമല്ല പുറത്തും അതെ. അങ്ങനെയുള്ള ഇത് വരുമ്പോൾ റെഗുലേഷനാണ് ഏറ്റവും പ്രധാനം. ആ റെഗുലേഷനിൽ ഒരു എന്താ പറയാ, ഒരു സോഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റിയും കൂടി വളരെ പ്രധാനമാണ്. എൻ്റെ ഒരു ഇതില് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് അതായിരിക്കണം എന്നുള്ളതാണ്. എന്തായാലും കമേഴ്സ്യലൈസേഷൻ ഉണ്ട്, പിന്നെ എന്താണ് പൊളിറ്റിക്കലി എക്കണോമിക്കലി ഒക്കെ നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, ഇതിനെയൊക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ള അതിനുള്ള സിസ്റ്റംസിനെ ടുവേർഡ്സ് അതിലേക്കായിരിക്കണം നമ്മുടെ ഒരു ഇത് പോകേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. അത് തന്നെ ചെയ്യാനും പറ്റുമല്ലോ, റെഗുലേറ്റ് ചെയ്യാം. അതുപോലെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് അതിനെ കുറിച്ചൊക്കെ നോക്കാന്നേ ഉള്ളൂ. കറക്റ്റ് യൂസിനെ കുറിച്ചിട്ട് ആൾക്കാർ ഗൈഡ് ചെയ്യാനും പറ്റും. അതിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലായിരിക്കണം അത്. ഡോക്ടർ ഒരു കാര്യം എടുത്ത് നോക്കട്ടെ, നമുക്ക് അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ചികിത്സാ പിഴവുകളുടെ പ്രശ്നം. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കേസ് വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ ഇത് എല്ലാ സെക്ടറിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പബ്ലിക് അവയർനെസ്, അത്തരം കാര്യങ്ങൾ ഇപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ഒരു ലിറ്റിഗേഷൻ, അതും കൂടി നമ്മൾ ഇതിന്റെ പരിധിയിലേക്ക്, ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? എന്താണ് അതിലൊരു അഭിപ്രായം? അത് ഈ നമ്മളോട് ക്യാപ്ഷൻ വെച്ചിട്ട് അത് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് ജസ്റ്റ് ടച്ച് ചെയ്യല്ലാണ്ട് അത് വേറൊരു ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, ഒന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചികിത്സാ പ്രോട്ടോകോളുകൾ ഉണ്ടാവാന്നുള്ളതാണ്. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ റഫറൽ സംവിധാനത്തിന് ഈ ചികിത്സ അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ചികിത്സകളെ കുറിച്ചും കൂടെ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട്. അതിനുള്ള ഒന്നാണ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ടല്ലോ. അതുണ്ടെങ്കിൽ കുറച്ച് ഒരു പരിധി വരെ പറ്റും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കോസ്റ്റ് ചെയ്യണം, അതിന്റെ കാര്യങ്ങളൊക്കെ അൺവാണ്ടഡ് ചികിത്സകളല്ല. അതുപോലെ ചികിത്സാ പിഴവ് മിക്കവാറും അങ്ങനെ. ബാക്കി നിയമങ്ങൾ അതിനെ നോക്കുന്നുണ്ട്. ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള. അതുപോലെ നമ്മുടെ പെർസ്പെക്റ്റീവ് കൂടുതൽ മാറേണ്ടെന്നുള്ളതുകൊണ്ടാണ്. ബേസ് ലൈനായിട്ട് ടച്ച് ചെയ്ത് കൊണ്ടുപോകാം, അല്ല അതിന്റെ ഡെപ്തിലേക്ക് പോയാൽ ഇതായിരിക്കണം എന്നില്ല.
ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ ചികിത്സയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അല്ല നമ്മുടെ ബാക്കിയുള്ള അനുബന്ധ മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കേരളീയാണ് തീരുമാനിക്കേണ്ടത്. ഹലോ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ പുത്ര എനിക്ക് 12 മണിക്ക് പോകാനുണ്ട് ഇവിടെ പോണ്ട സമയം. ഓക്കെ തീർച്ചയായിട്ടും. അല്ല, ഈ വിഷയങ്ങളിൽ ഇപ്പോ പലരും പറഞ്ഞ പോലെ തന്നെ ഒരു കൺസെപ്റ്റ് നോട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളീയം തയ്യാറാക്കുകയും ഈ തീമുകളിൽ എങ്ങനെയാണ് ഒരു ഡയഗ്നോസ്റ്റിക് ഇന്റർവെൻഷൻ സാധ്യമാണെന്നുള്ളത് കേരളീയത്തിന്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചിട്ട് ഇത് ഏത് ഫോർമാറ്റിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു കൺസെപ്റ്റ് നോട്ട് പ്ലസ് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വശങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരു പ്രപ്പോസൽ നമ്മൾ എന്തായാലും തയ്യാറാക്കാം. അപ്പൊ അത് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ അത് പിന്നെ കൂടുതൽ ചർച്ചകൾ അതിൽ ആവശ്യമാണെങ്കിൽ വീണ്ടും ഇടപെടാമല്ലോ അല്ലെ? അങ്ങനെ അവസാനിപ്പിക്കാം.